സ്തോത്രം. കർത്താവിന്റെ കൃപ നമ്മുടെ നടുവിലുണ്ടല്ലോ. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതാണ്. ഇന്ന് രാത്രിയിൽ ആ ദൈവ സാന്നിധ്യം അനുഭവിക്കേണ്ടതിന് നമ്മെ തന്നെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കർത്താവിനെ സ്തുതിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി സ്തുതികൾ അർപ്പിച്ച് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാട്ടെ. ആരും മൗനമായിരിക്കരുത്. ഇന്ന് രാത്രിയിൽ നമ്മൾ മീറ്റിംഗിൽ ഒരുമിച്ച് ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവ ശബ്ദം കേൾക്കേണ്ടതിന് നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥനയോട് കൂടി നമുക്കായിരിക്കാം. കർത്താവേ, ഞങ്ങൾ സ്തുതിക്കുന്നു. വീണ്ടെടുപ്പുകാരനെ ഞങ്ങൾ സ്തുതിക്കുകയാണ്. ഞങ്ങളുടെ രക്ഷയുടെ പാറയ്ക്ക് ഞങ്ങൾ ആർപ്പിടുകയാണ്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. ഈ സ്പെഷ്യലായി നമ്മൾ ഈ മീറ്റിംഗ് ക്രമീകരിച്ചത് അനുഗ്രഹമായി മാറേണ്ടതിന് നമ്മളെല്ലാവരും മനഃപൂർവ്വമായി അത്തരങ്ങൾ തുറന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. ഇന്ന് രാത്രിയിൽ എല്ലാ തരങ്ങളും തുറന്ന് അല്പസമയം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ടെ. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്. ദൈവത്തിന്റെ വചന പഠനം നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി മാറുവാൻ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ അടുത്തു വരുന്നു. ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. ദൈവസന്നിധി ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുകയാണ്. എല്ലാവരും കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവപാദപീഠത്തിൽ നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാട്ടെ. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. കർത്താവെ, ഞങ്ങൾ സ്തുതിക്കുന്നു, ഞങ്ങൾ സ്തുതിക്കുന്നു. വീണ്ടെടുപ്പുകാരനെ ഞങ്ങൾ സ്തുതിക്കുകയാണ്. നന്ദിയോടെ സ്തോത്രം. ഇന്നും നാളെയുമായി നടക്കുന്ന മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി മാറേണ്ടതിന് നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല രാത്രി സമയത്തിനായി സ്തോത്രം. ഇന്ന് രാത്രി അപ്പന്റെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. കർത്താവെ, നല്ലൊരു പകൽ ഞങ്ങളെ വിട്ട് കടന്നുപോയി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് തീരുമാനിച്ച മീറ്റിംഗിന്റെ ആരംഭ ദിവസത്തിലേക്ക് ഇന്ന് രാത്രി ഞങ്ങളെ കൂട്ടിവരുത്തിയ കൃപയ്ക്കായി സ്തോത്രം. എന്തിനാണ് സ്നാനം? കർത്താവെ, അതിനെക്കുറിച്ചുള്ള ക്ലാസ് ഇന്ന് രാത്രിയും നാളെ രാത്രിയുമായി കർത്താവിന്റെ ദാസൻ എടുക്കുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറണമേ. ഞങ്ങൾ പലരും സ്നാനപ്പെട്ടവരാണ്, എന്നാലും സ്നാനത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് വ്യക്തമായ അറിവില്ലാത്ത പലരും ഉണ്ടല്ലോ. ഇന്ന് രാത്രിയിൽ കർത്താവെ, അത് ചില ഹൃദയങ്ങളിൽ ഇന്ന് രാത്രി അത് എഴുതപ്പെടുവാൻ, അത് അവർക്ക് അനുഗ്രഹമായി മാറുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവദാസനെ അതിനായി ശക്തീകരിക്കണമേ. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രയാസങ്ങളും ഒക്കെ കടന്നുപോയെങ്കിൽ അവിടുന്ന് കൊടുത്ത സൗഖ്യത്തിനും വിടുതലിനുമായി സ്തോത്രം. ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെ സ്നാനപ്പെടാത്തവർ കർത്താവെ, ഇന്ന് രാത്രി ക്ലാസുകൾ എടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി മാറുവാൻ, അവരുടെ ഹൃദയത്തിൽ അത് അനുഗ്രഹമായി ഇന്ന് രാത്രി അത് കേൾക്കുന്ന വചനം ഏറ്റെടുക്കാനൊക്കെ അവസരങ്ങളെ കർത്താവ് കൊടുക്കണമേ. ദൈവദാസനെ ദൈവം ശക്തീകരിക്കണം. ജോയിൻ ചെയ്ത ദൈവ മക്കൾക്കായി സ്തോത്രം. ഇനിയും ജോയിൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ കർത്താവെ, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുമ്പോൾ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ അലങ്കരിക്കണമേ. പാടുവാനും പ്രാർത്ഥിപ്പാനും കൃപ തരണം. പ്രത്യേകാൽ കൊയർ ലീഡ് ചെയ്യുന്ന ബിനിസൻ മാത്യുവിനായി കർത്താവെ സ്തോത്രം, ലാസനായി സ്തോത്രം. രണ്ടുപേരെ ദൈവശക്തിയോടെ നിർത്തണമേ. കർത്താവിന്റെ ദാസന്മാർ ദൈവമക്കൾ അവർ ശക്തമായി നിന്ന് ദൈവമേ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അത് നേതൃത്വം കൊടുക്കുവാൻ ഒക്കെ കൃപ കൊടുക്കണം. എന്ന് വചനം പഠിപ്പിക്കുന്ന ദൈവദാസനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് ശക്തിയോടെ നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ജോയിൻ ചെയ്ത എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. കർത്താവ് അനുഗ്രഹിക്കണം. ഞങ്ങളെ ഒരുമിച്ച് താഴ്ത്തി സമർപ്പിക്കുന്നു. യാതൊരു രീതിയിൽ നെറ്റിന് പ്രോബ്ലങ്ങളോ പ്രയാസങ്ങളോ ദൈവമേ ഒരു ഇടയ്ക്കുള്ള പ്രോബ്ലം ഒന്നും ഉണ്ടാകാൻ ദൈവം അനുവദിക്കരുത്. ഇനിയും ജോയിൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുവാൻ ഇടയാകണം. എല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കണം. താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പ്രത്യേക ഇന്നത്തെ വർഷിപ്പിന് കർത്താദാസൻ ബെനിസൻ മാത്യു ലാസനും അവിടുന്ന് നേതൃത്വം കൊടുക്കും. അതിനായിട്ട് അവരെ ക്ഷണിച്ചുകൊള്ളും. Praise the Lord. Hallelujah. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the holy name of God be glorified in this evening time. Let us submit ourselves humbly in His presence and let us lift our Lord's name. അല്പനേരം നമ്മെ തന്നെ അവന്റെ കരത്തിൽ സമർപ്പിച്ച് താഴ്മയോടെ അവന്റെ നാമത്തെ നമുക്ക് ഒരുമിച്ച് ഉയർത്താം. ഹല്ലേലൂയ. അവൻ മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. ഹല്ലേലൂയ. He is only worthy of our worship. Hallelujah. Let us submit ourselves once again into His hands. Amen. Hallelujah. മഹത്വം നിറഞ്ഞ യഹോവയുടെ മുഖത്ത് നോക്കി നമുക്ക്
ഒരുമിച്ച് പാടാം. ഹല്ലേലൂയ. അവൻ അത്ഭുത മന്ത്രിയാം ദൈവം, നിത്യജാതനാം വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിയിൻ സൂര്യൻ, രാജാധിരാജനാം മശിഹ. അവൻ അത്ഭുത മന്ത്രിയാം ദൈവം, നിത്യജാതനാം വീരനാം ദൈവം. ആമേൻ. ഉന്നത ദേവൻ, നീതിയിൻ സൂര്യൻ, രാജാധിരാജനാം മശിഹ. ഹല്ലേലൂയ, 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 പ്രത്യാശയോടെ കോടാകോടിതൻ ദൂതസൈന്യവുമായി മേഘാരൂഢനായി വരുന്നിതാ വിരവിൽ. തൻ പ്രിയസുതരെ തന്നോട് ചേർപ്പാൻ വേഗം വരുന്നേശു മശിഹ. കൂടി കോടാകോടിതൻ ദൂതസൈന്യവുമായി മേഘാരൂഢനായി വരുന്നിതാ വിരവിൽ. തൻ പ്രിയസുതരെ തന്നോട് ചേർപ്പാൻ വേഗം വരുന്നേശു മശിഹ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധനായ ദൈവത്തെ നോക്കി, പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വലോകനാഥനാം മശിഹ. ആമേൻ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വലോകനാഥന മശിഹ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഉന്നത ദേവൻ, നീതിയിൻ സൂര്യൻ, രാജാധിരാജനാം മശിഹ. ആമേൻ. ഉന്നത ദേവൻ, നീതിയിൻ സൂര്യൻ, രാജാധിരാജനാം മശിഹ. ആമേൻ, ആമേൻ. ഓ തൻ പ്രിയ സുതരെ തന്നോട്
വരുന്നേശു മശിഹ മെനമേ ഓ തൻപ്രി യസുദനെ തന്നോട് ചേർത്താൻ വേഗം വരുന്നേശു मसीह अपने हाथ उठाकर हम गाए हो ज़ना तू राजाओं का है राजा तेरी महिमा होवे सदा तू है प्रभु हमारा खुदा हम गाए हो ज़ना तू राजाओं का है राजा तेरी महिमा होवे सदा तू है प्रभु हमारा खुदा यीशु मसीह ओ यीशु मसीह तेरे जैसा है कोई नहीं तेरे चरणों में झुके आसमान और महिमा गाए जमीन ओ यीशु मसीह तेरे जैसा है कोई नहीं आमीन तेरे चरणों में झुके आसमान और महिमा गाए जमीन पूरी ताकत के साथ हम गाए हो ज़ना तू राजाओं का है राजा तेरी महिमा होवे सदा तू है प्रभु हमारा खुदा आमीन हम गाए हो ज़ना तू राजाओं का है राजा तेरी महिमा होवे सदा तू है प्रभु हमारा खुदा स्वर्गीय पिता की ओर देखकर हम गाएंगे आमीन प्यारे पिता तूने हमसे इतना प्यार किया हमें पापों से छुड़ाने को अपने बेटे को कुर्बान किया एक बार में ओ प्यारे पिता तूने हमसे इतना प्यार किया हमें पापों से छुड़ाने को अपने बेटे को कुर्बान एक बार आमीन एक बार दिल से गाएंगे प्यारे पिता तूने हमसे इतना प्यार किया हमें पापों से छुड़ाने को अपने बेटे को कुर्बान किया इसलिए साथ में हम गाए हो ज़ना तू राजाओं का है राजा तेरी महिमा होवे सदा तू है प्रभु हमारा खुदा पूरी ताकत के साथ हम गाए हो ज़ना तू राजाओं का है राजा तेरी महिमा रिवारंते लबोशमा रिवारंते हमारा खुदा एक बार आखिरी बार हम गाए हो
हमारा खुदा। एक बार अपने हाथ उठाकर उस स्वर्गीय पिता की ओर देखकर, हमारे यीशु की ओर देखकर अपने हाथ उठाकर साथ में गाए, हम गाए हो ज़रा तू राजा का है राजा, तेरी महिमा होवे सदा, तू है प्रभु हमारा खुदा। हालेलुया, तू है प्रभु हमारा खुदा। हालेलुया, हम कुछ पल ताली बजाकर हम उसकी नाम को ऊंचा करने जा रहे हैं. हालेलुया. അല്പനേരം കരങ്ങൾ തട്ടി ആമേൻ ഒരു ഗീതം പാടി നമ്മുടെ നാമത്തെ പാടി വാഴ്ത്താൻ പോവുകയാണ്. हालेलुया. हम हर पल उसकी स्तुति करेंगे. आमीन आमीन, क्योंकि वो हमेशा हमेशा हमें बचाता है, हमारे सारे पापों से वो बचाता है, हमारे सारे रोगों को वो चंगा करता है. हालेलुया. वो हमें गिरने नहीं छोड़ता, लेकिन कई बार वो हमें छोड़ता है ताकि हम खुद से उड़े, उसके पास उड़े. हालेലൂയ. ആമേൻ ആമേൻ. യഹോവയെ ദർശിക്കുന്നവൻ, ആമേൻ ഹല്ലേലൂയ, ആമേൻ അവന്റെ ആരാധനയിൽ ആമേൻ അത് പ്രകടമാവും. ഹല്ലേലൂയ. യഹോവയെ ദർശിച്ചവൻ, ആമേൻ ആമേൻ, അവൻ അപ്പം ആ സമയത്ത് ആമേൻ അവൻ എത്ര ആമേൻ പാപിയാണ് എന്ന് അവൻ തിരിച്ചറിയും. ഹല്ലേലൂയ. The more we see God, ആമേൻ, the more we know about ourselves, how depraved and how low we are. ഹല്ലേലൂയ. ഞാൻ എത്ര പാപിയാണ്, എനിക്കിതിന് യോഗ്യതയില്ല എന്ന് നാം എപ്പം പറയും? ആ യഹോവയുടെ മഹത്വം, അതിന്റെ അംശം നാം തിരിച്ചറിയുമ്പോൾ അപ്പം മാത്രമാണ്. ഹല്ലേലൂയ. ആ അംശം തിരിച്ചറിഞ്ഞവർ, ആ മഹത്വത്തിന്റെ അംശം തിരിച്ചറിഞ്ഞവർ എത്ര പേര് നമുക്കിന്ന് ഒരുമിച്ച് കരങ്ങൾ തട്ടി അവനെ പാടി വാഴ്ത്താം. ആമേൻ. കാരണം അവനല്ലോ നമുക്ക് ജീവൻ തന്നത്, അവൻ മാത്രമല്ലോ നമ്മുടെ പാപമെല്ലാം പോക്കിയത്. അവൻ അർത്ഥം വരുന്ന ഗാനം നമുക്ക് കരങ്ങൾ തട്ടി അവന്റെ നാമത്തെ പാടി വാഴ്ത്താം. ഹല്ലേലൂയ. आमीन. परम पिता की हम स्तुति गाए, वो ही है जो बचाता हमें. परम पिता की हम स्तुति गाए, वो ही है जो बचाता हमें. हमें सारे पापों को करता क्षमा, सारे रोगों को करता चंगा. परम पिता की हम स्तुति गाए, वो ही है जो बचाता हमें. हमें वही हमारा है परम पिता, तरस खाता है सर्व सदा. वही हमारा है परम पिता, तरस खाता है सर्व सदा. हमें पूरब से पश्चिम है जितनी दूर, उतनी ही दूर किए हमारी गुनाह. में पूरब से पश्चिम है जितनी दूर, उतनी ही दूर किए हमारी गुनाह. परम पिता की हम स्तुति गाए, वो ही है जो बचाता हमें. हमें परम पिता की हम स्तुति गाए, वो ही है जो बचाता हमें. हमें माँ की तरह उसने दी तसल्ली, हमें दुनिया के खतरों में छोड़ा नहीं. हमें माँ की तरह उसने दी तसल्ली, दुनिया के खतरों में छोड़ा नहीं. हमें निर्मल दूध है वचन का दिया, और दिया हमको अनंत जीवन. हमें निर्मल दूध है वचन का दिया, और दिया हमको अनंत जीवन. परम पिता की हम स्तुति गाए, वो ही है जो बचाता हमें. हमें परम पिता की हम स्तुति गाए, वो ही है जो बचाता हमें. हमें घोंसले को बार बार तोड़कर उसने चाहा किसी के हम उड़ना उससे. हमें घोंसले को बार बार तोड़कर उसने हमें चाहा किसी के हम उड़ना उसे. हमें पैरों पर उठाया उका की तरह, ताकि हमको चोट ना लगे. हमें पैरों पर उठाया उका की तरह, ताकि हम
हमको छोट न लगे, परम पिता की हम स्तुति गाए। आमीन, वो ही है जो बचाता हमें, आमीन, परम पिता की हम स्तुति गाए। आमीन, वो ही है जो बचाता हमें, आमीन, घोंसले को बार बार तोड़कर उसने, आमीन, चाहा किसी के हम उड़ना उससे, आमीन, घोंसले को बार बार तोड़कर उसने, आमीन, चाहा किसी के हम उड़ना उससे, आमीन, पर उठाया उनका की तरह ताकि हमको छोट ना लगे, आमीन, पर उठाया उनका की तरह ताकि हमको छोट ना लगे, परम पिता की हम स्तुति गाए। आमीन, वो ही है जो बचाता हमें, आमीन, परम पिता की हम स्तुति गाए। आमीन, वो ही है जो बचाता हमें, आमीन, सारे पापों को करता क्षमा, सारे रोगों को करता चंगा, आमीन, सारे पापों को करता क्षमा, सारे रोगों को करता चंगा, आमीन, परम पिता ಸ್ತುತಿ ಪಾಡ, ಆಮೇನ್, ಅವನಲ್ಲೂ ಜೀವನೆ നൽകിയവൻ ശക്തിയോടെ, പരമ പിതാവിന് സ്തുതി പാട, അവനല്ലൂ ജീവനെ നൽകിയവൻ, ഓ ഇടയനെ പോൽ നമ്മെ തേടി വന്നു, ആമേൻ, പാപക്കുഴിയിൽ നിന്നേറ്റിയവൻ, ഇടയനെ പോൽ നമ്മെ തേടി വന്നു, ആമേൻ, പാപക്കുഴിയിൽ നിന്നേറ്റിയവൻ, ആമേൻ, സ്വന്തമാക്കി നമ്മെ തീർത്തിടുവാൻ സ്വന്ത രക്തം നമുക്ക് ഓടിവാറേ, ആമേൻ, സ്വന്തമാക്കി നമ്മെ തീർത്തിടുവാൻ സ്വന്ത രക്തം നമുക്കേകിയതാ, പരമപിതാവിന് സ്തുതി പാടാം, ആമേൻ, അവനല്ലോ ജീവനെ നൽകിയവൻ, ഓ പരമപിതാവിന് സ്തുതി പാടാം, ആമേൻ, അവനല്ലോ ജീവനെ നൽകിയവൻ, ശക്തിയോടെ കൂടുകളെ കൂടെ കൂടിളക്കി, ആമേൻ, പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു, ആമേൻ, കൂടുകളെ കൂടെ കൂടിളക്കി, ആമേൻ, പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു, ആമേൻ, ചിറകുകളാവിന്മേൽ വാഹിച്ചു നമ്മെ, നീളം പരിചായി നാം നശിച്ചിടാവേ, ആമേൻ, ചിറകുകളാവിന്മേൽ വാഹിച്ചു നമ്മെ, നീളം പരിചായി നാം നശിച്ചിടാവേ, പരമപിതാവിന് സ്തുതി പാടാം, ആമേൻ, അവനല്ലോ ജീവനെ നൽകിയവേ, ഓ പരമപിതാവിന് സ്തുതി പാടാം, ആമേൻ, അവനല്ലോ ജീവനെ നൽകിയവൻ, ആമേൻ, അമ്മയിപ്പോൾ നമ്മെ ഓമനിച്ചു, ആമേൻ, അപകടവേളയിൽ പാലിച്ചവേ, ഓ അമ്മയിപ്പോൾ നമ്മെ ഓമനിച്ചു, ആമേൻ, അപകടവേളയിൽ പാലിച്ചവൻ, ആമേൻ, ആഹാരപാനീയമേകിയവേ, നിത്യമാം ജീവൻ നൽകിയവൻ, ആമേൻ, ആഹാരപാനീയമേകിയവേ, നിത്യമാം ജീവൻ നൽകിയതാ, പരമപിതാവിന് സ്തുതി പാടാം, ഓ അവനല്ലോ ജീവനെ വിപരന്തലവശവരന്തേ, പരമപിതാവിന് സ്തുതി പാടാം, ആമേൻ, അവനല്ലോ ജീവനെ, ഒരിക്കൽ ശക്തി പാടാമോ, ആമേൻ, ഓ കൂടുകളെ കൂടെ കൂടിളക്കി, ആമേൻ, പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു, ആമേൻ, കൂടുകളെ കൂടെ കൂടിളക്കി, ആമേൻ, പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു, ആമേൻ, ചിറകുകളാവിന്മേൽ വായിച്ചു നമ്മെ, നീളം പരിചായി നാം നശിച്ചിടാവേ, ആമേൻ, ചിറകുകളാവിന്മേൽ വായിച്ചു നമ്മെ, നീളം പരിചായി നാം നശിച്ചിടാവേ, ആമേൻ, പരമപിതാവിന് സ്തുതി പാടാം, ആമേൻ, അവനല്ലോ ജീവനെ നൽകിയവേ, ഓ പരമപിതാവിന് സ്തുതി പാടാം, ആമേൻ, അവനല്ലോ ജീവനെ നൽകിയവൻ, ആമേൻ, പാപ
തൈലവും നീട്ടിടുന്നു. അങ്ങനെയാണെങ്കിൽ അവന്റെ കരത്തിൽ സമർപ്പിച്ച് ഒരു കൂടി ആത്മാർത്ഥമായി നമുക്ക് പാടാം. हालेलुया. एक बार उसके हाथों में सौंपकर हम एक बार गाएंगे हालेलुया. घोंसले को बार बार तोड़कर उसने चाहा किसी के हम उड़ना उसे. आमीन. घोंसले को बार बार तोड़कर उसने चाहा किसी के हम उड़ना उसे. आमीन. इसलिए परों पर उठाया उकाब की तरह ताकि हमको चोट ना लगे. आमीन. परों पर उठाया उकाब की तरह ताकि हमको चोट ना लगे. आमीन. കൂടി പാടാമോ? ആമേൻ. കൂടുകളെ കൂടെ കൂടിളക്കി ആമേൻ പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. ആമേൻ. കൂടുകളെ കൂടെ കൂടിളക്കി ആമേൻ പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. അതുകൊണ്ടാമേ ചിറകുകൾ അതിന്മേൽ വായിച്ചു നമ്മെ നീലം പരിചായി നാം നശിച്ചിടാവേ. ആമേൻ. ചിറകുകൾ അതിന്മേൽ വായിച്ചു നമ്മെ നീലം പരിചായി നാം നശിച്ചിടാവേ. അതുകൊണ്ട് ശക്തിയോടെ പാടാമോ? പരമപിതാവിന് സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ. ആമേൻ. പരമപിതാവിന് സ്തുതി പാടാം. ഓ അവനല്ലോ ജീവനെ നൽകിയവൻ. He gave his life for us. Hallelujah. Can we lift up our hands and sing for the last time? Hallelujah. You came from heaven to earth to show the way, from the earth to the cross my debts to pay, from the cross to the grave, from the grave to the sky. Lord, I lift your name on high. Yes, amen. Anytime, anywhere, I will only lift your name. Amen, amen, hallelujah. You came from heaven to earth because to show the way, from the earth to the cross my debts to pay, from the cross to the grave, from the grave to the sky. Lord, I lift your name on high. Hallelujah. Lord, I lift your name on high. Gracious Heavenly Father, we thank you, Lord, for this amazing time, Lord. Thank you, Lord, for giving us the opportunity to come together and praise your name, lift up your name, Lord. Yes, Lord, wherever we are, wherever we go, we will only lift up your name. Hallelujah. Amen. Help us to have a heart like Daniel, who stood, who stood firmly, in every, outrageous situation, Lord. Once again, we humbly submit ourselves into your hands as we submit the man of God who is going to take the class, Lord. Help us to hear the divine words, filled with divine knowledge and divine wisdom, Lord. Once again, we humbly submit ourselves into your hands. In Jesus' name we pray. Amen, amen, hallelujah. Praise the Lord. Praise the Lord. Thank you, Brother Benson, Brother Larson. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തെ പാടി ആരാധിപ്പാൻ ഇന്ന് രാത്രിയിൽ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നു. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയ്ക്കായിട്ട് തലകളെ വണക്കാം. ഇന്നും നാളെയുമായി നടക്കുന്ന ഈ ബൈബിൾ സ്റ്റഡി വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ സ്തോത്രം. കർത്താവിന്റെ ദാസന് ആ വചന പഠനം പഠിപ്പിക്കുവാൻ തക്കവണ്ണം കർത്താവ് ബലപ്പെടുത്തേണ്ടതിന് കർത്താവിന്റെ ദാസനെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി ജോയിൻ ചെയ്ത എല്ലാവരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ശ്രേഷ്ഠദാസന്മാർ, ദൈവമക്കൾ, സ്തോത്രം, കുഞ്ഞുങ്ങൾ എല്ലാവരെയും സമർപ്പിച്ച് നമുക്ക് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബിജു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങണം. ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി നാളെ രാത്രിയുമായി നടക്കുന്ന ഈ വചന പഠനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി മാറേണ്ടതിന് നമ്മെ തന്നെ ദൈവമാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നല്ല നിലത്ത് വീണ വിത്ത് പോലെ 30, 60, 100 മേനി വിളയത്തക്ക രീതിയിൽ ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഒരുക്കമുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം എല്ലാവരും ഇടയാകേണ്ടതിന് അലക്ഷ്യമായി ആരും ഇരിക്കാതെ ദൈവവചന പഠനത്തിനായി ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിൽ ഇരിക്കുന്ന ആ അനുഭവം ഇന്ന് രാത്രിയിൽ ഉണ്ടാകേണ്ടതിന് നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട്
നമുക്ക് സ്നാനത്തെ കുറിച്ചുള്ള അറിവ് സ്തോത്രം ചിലർക്ക് ലഭിച്ചിട്ടില്ല. അറിവ് പ്രാപിക്കത്തക്ക രീതിയിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ഇടപെടേണ്ടതിനായി പ്രാർത്ഥിക്കാം. ഇത് നാളെയും നടക്കുന്ന ക്ലാസ്സിൽ പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങൾ ചില തീരുമാനങ്ങളിലേക്ക് വരുവാൻ, സ്തോത്രം സ്നാനപ്പെടാത്തവർ ചില തീരുമാനങ്ങളിലേക്ക് വരുവാൻ ഇടയാകേണ്ടതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. രോഗികളായിട്ട് ഭാരപ്പെടുന്ന പലരും നമ്മുടെ മധ്യത്തിലുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ സഭ സ്തോത്രം ചില ആഴ്ചകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന റാന്നിയിലുള്ള പാസ്റ്റർ റെജി എബ്രഹാം ഇന്ന് ഉച്ച കഴിഞ്ഞ നിത്യതയിലേക്ക് പ്രവേശിപ്പാനിടയായി. പ്രത്യേകം ആ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയില് ദൈവത്തിന് സ്തോത്രം രോഗത്താൽ ഭാരപ്പെട്ട് വിഷമിക്കുന്ന അനേകര് നമ്മുടെ ചുറ്റുപാട് കിടക്കുന്നുണ്ട്. നമ്മൾ എല്ലാ ദിവസവും പ്രഭാത പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുന്ന രോഗികളുണ്ട്. നമ്മുടെ സഭയിൽ ചിലർ രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. എല്ലാവരെയും വഹിച്ച് പൊതുവായി നമുക്ക് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാം. പ്രത്യേകം സ്തോത്രം നമ്മുടെ അടുത്തുള്ള സഭകളിൽ നിന്ന്, മറ്റ് ഡിസ്ട്രിക്റ്റുകളിൽ നിന്ന്, മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ ജോയിൻ ചെയ്തവരുണ്ട്, മറ്റ് രാജ്യങ്ങളിൽ ജോയിൻ ചെയ്തവരുണ്ട്. അവരൊക്കെ ഓർത്ത് നമുക്ക് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാം. ദൈവ ശബ്ദം ഇന്ന് രാത്രി അവർക്ക് ഒരു അനുഗ്രഹമായി മാറേണ്ടതിന് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിന്റെ ദാസനെ പ്രത്യേകം സമർപ്പിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അസ്വസ്ഥകളാൽ ഭാരപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിലായിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസനെ ശക്തമായി ദൈവകരങ്ങൾ ഉപയോഗിക്കേണ്ടതിന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പശിപ്പ് ലീഡ് ചെയ്ത സ്തോത്രം സഹോദരൻ കർത്താവിന്റെ ദാസൻ ബെനിസൺ മാത്യുവിനെയും ലാർസനെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരെ വീണ്ടും ദൈവം ശക്തീകരിക്കേണ്ടതിനായി ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. എല്ലാവരും തലകളെ വണക്കി ദൈവത്തെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബിജു ഇന്നും നാളെയും നടക്കുന്ന മീറ്റിംഗ് അനുഗ്രഹത്തിനായിട്ട് ഇപ്പോൾ പ്രാർത്ഥിക്കും. കർത്താവിന്റെ ദാസനെതിരായി ശ്രദ്ധിക്കുന്നു. കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നല്ല ഈ രാത്രി വേളയ്ക്കായി ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹല്ലേലൂയ, കഴിഞ്ഞ ദിവസങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഹല്ലേലൂയ വസായി താബൂർ ചർച്ചിന്റെ ഹല്ലേലൂയ സ്തോത്ര നേതൃത്വത്തിൽ നടക്കുന്ന ഈ ബൈബിൾ പഠന ക്ലാസിന്റെ ആരംഭ ദിവസത്തിൽ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞങ്ങളെ സഹായിച്ചു. ഹല്ലേലൂയ, പ്രതികൂല സാഹചര്യത്തിൽ ഞങ്ങൾക്ക് കർത്താവേ തന്ന എല്ലാ ആശ്വാസങ്ങൾക്കായി സ്തോത്രം. കർത്താവിന്റെ ഉറപ്പിനായി, ധൈര്യത്തിനായി, ദൈവത്തിന്റെ വിടുതലായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇന്ന് രാത്രികാലം ഞങ്ങൾ ഒരുമിച്ച് ഈ ദേശത്തിന്റെ പല ഭാഗത്ത്, ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളുടെ പല ഭാഗത്തായി ഇരുന്നു കൊണ്ട്, വിദേശത്തിരുന്നു കൊണ്ട് കർത്താവേ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. 2 or 3 പേരുടെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഞാനുണ്ടെന്ന് പറഞ്ഞ് വാഗ്ദത്തം ചെയ്ത കർത്താവ് ഞങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യം നിറഞ്ഞിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാരംഭത്തിൽ പാടി കർത്താവിനെ ഒരുമിച്ച് ആരാധിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിച്ചല്ലോ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ നടത്തിയ വഴികള്, ഞങ്ങളെ സഹായിച്ച വഴികള് എത്ര വലുതെന്ന് ഹല്ലേലൂയ ഒരു പ്രാവശ്യം കൂടെ രുചിച്ചറിയുവാൻ ദൈവം ഒരുക്കിയ സഹായത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, രാത്രികാലത്തെ ഇന്നും നാളെ നടക്കുന്ന മീറ്റിംഗുമാക്കി തീർക്കണമെന്ന് ഞങ്ങൾ തമ്പുരാനോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഞങ്ങളുടെ യൂത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ശേഷാല് ദൈവവചന പഠനത്തോട് ഞങ്ങൾ അടുക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, സ്നാനത്തെ കുറിച്ച് ഹല്ലേലൂയ പഠിക്കുമ്പോൾ സ്നാനം ഏറ്റെടുക്കുവാൻ സ്നാനത്തെ കുറിച്ച് അറിയാത്ത പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ മധ്യേ ഉണ്ട് കർത്താവേ. അവരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിന്റെ ആത്മാവ് ഹല്ലേലൂയ വചനം കേൾക്കുമ്പോൾ അത് ഹല്ലേലൂയ പൊരുൾ തിരിച്ച് അത് മനസ്സിലാക്കി ഹല്ലേലൂയ തീരുമാനത്തിലേക്ക് അവരെ നടത്തണമെന്ന് ഇന്ന് രാത്രികാലം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈ 2 ദിവസത്തെ ക്ലാസ് കഴിയുമ്പോൾ ചില ഹല്ലേലൂയ പ്രിയപ്പെട്ടവര് ഹല്ലേലൂയ സ്നാനത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ദിവസക്കാലമായി മാറുവാൻ സ്വർഗമിടയാക്കണമേ കർത്താവേ. ഈ ദിവസകാലം ഹല്ലേലൂയ ശുശ്രൂഷ നടക്കുവാൻ ദൈവമിടയാക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം. കടന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ദാസന്മാർക്കായി സ്തോത്രം. അവരെ അനുഗ്രഹിക്കുമാറാകണമേ. ശേഷം ഞങ്ങളുടെ മധ്യ ആയിരിക്കുന്ന അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവ ശാരീരിക ക്ഷീണത്തോടൊക്കെ ആയിരിക്കുന്നല്ലോ, എങ്കിലും ദൈവത്തിന്റെ ആത്മാവിനാൽ ബലം കൊടുത്ത് ഹല്ലേലൂയ ശക്തിയോടെ അധികാരത്തോടെ നല്ല ദൈവവചനത്തിന്റെ ക്ലാസുകളെ എടുക്കുവാൻ നിന്റെ അഭിഷേകത്തിനെ കർത്താവ് ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ക്രൂശിന്റെ മറവിൽ മറയ്ക്കുമാറാകണമേ. ആത്മാവിനെ ശുശ്രൂഷിപ്പാൻ ദൈവമോട് കൃപ കൊടുക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, വലിയ ദൈവ പ്രവൃത്തി
ഈ ദിവസക്കാലം വെളിപ്പെടുമാറാകണമേ. ആത്മാവിന്റെ നിയന്ത്രണത്തില് ഹല്ലേലൂയ സ്തോത്രകാരികൾ നടക്കുവാൻ ദൈവം സഹായിക്കണമേ. ഹല്ലേലൂയ ആരാധന മീറ്റിംഗിൽ ലീഡ് ചെയ്യുന്ന നല്ല വ്യവസായി ചർച്ച ദൈവദാസനും കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവരെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കടന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി, എല്ലാ അഭിഷക്തന്മാർക്കായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുമാറാകണമേ. സൗഖ്യമില്ലാതിരിക്കുന്നവരുണ്ട്, രോഗക്കിടക്കയിലായിരിക്കുന്നവരുണ്ട്, ഭാരത്തോടെ ആയിരിക്കുന്നവരുണ്ട്. ദൈവമേ അവരെ സഹായിക്കണമേ, അവരെ വിടുവിക്കുമാറാകണമേ. ദൈവദാസന്റെ വേർപാട് ദുഃഖത്താൽ ഭാരപ്പെടുന്ന ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സർവാശ്വാസങ്ങളുടെയും ഉടയവനായ ദൈവത്തിന്റെ ആശ്വാസം ആ കുടുംബത്തിന്മേൽ നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. നെറ്റ്വർക്കിനൊന്നും ഭാരം വരാൻ കഴിയണം. കർത്താവ് സൂക്ഷിക്കുമാറാകണമേ. ആദ്യോടൊപ്പം കർത്താവേ തിരുസ്ഥാനത്തിന് മുകളിൽ ഞങ്ങളെ മറച്ചാട്ട് എല്ലാവരെയും ഒരു പ്രാവശ്യമോടെ ഏൽപ്പിക്കുന്നു. സൗരന്മാർക്കായി സ്തോത്രം, സൗരന്മാർക്കായി സ്തോത്രം, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം, ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. അഭിഷേകത്തിനെയും കുടുംബത്തെയും ഏൽപ്പിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ രാജു ജോൺ, കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബിജു, പാസ്റ്റർ ചാക്കോച്ചൻ, മറ്റ് ദൈവദാസന്മാർ, ദൈവമക്കൾ എല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ നാളുകളിൽ വളരെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് തീരുമാനിച്ച മീറ്റിംഗിന്റെ ആരംഭ ദിവസത്തിലേക്ക് വരുവാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്തു. നമ്മൾ 2 ആഴ്ച മുമ്പ് ഈ മീറ്റിംഗ് നടക്കേണ്ടതായിരുന്നു. കർത്താവിന്റെ ദാസന് അല്പം അസ്വസ്ഥത വന്നതുകൊണ്ട് അത് പോസ്റ്റ്പോൺ ചെയ്യുവാൻ ഇടയായി തീർന്നുവെങ്കിലും ഇന്ന് രാത്രിയിൽ ഇത്രയും ആളുകൾ നമ്മുടെ അടുത്തുള്ള സഭകളിൽ നിന്നും മറ്റ് ഡിസ്ട്രിക്റ്റുകളിൽ നിന്നും സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഇന്നും നാളെയും നടക്കുന്ന ക്ലാസ്സിൽ വളരെ ശ്രദ്ധയോടെ നമ്മൾ ഇരിക്കുവാൻ ഇടയായി തീരണം. വചനം പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുവാൻ ഇടയാകണം. ദൈവത്തിന് സ്തോത്രം. സ്നാനപ്പെട്ടവരുണ്ട്, സ്നാനപ്പെട്ടിട്ട് എന്തിനാ ഞാൻ സ്നാനപ്പെട്ടത്, സ്നാനം എന്താണെന്ന് അറിയാൻ പാടില്ലാത്തവരുണ്ട്, പെട്ടുപോയി എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന സ്തോത്രം ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം നമ്മുടെ ഈ കൂട്ടത്തിലില്ല. അപ്പോൾ അവർക്കൊക്കെ ഒരു അനുഗ്രഹമാണ്. സ്തോത്രം. ആരോ പറഞ്ഞു കൈ പൊക്കാൻ പറഞ്ഞു, അങ്ങനെ കൈ പൊക്കി സ്നാനപ്പെട്ടവരാ, സ്നാനം എന്താണെന്ന് അറിഞ്ഞില്ല. അപ്പോൾ അവരൊക്കെ സ്തോത്രം അങ്ങനെ ആരെങ്കിലും ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ അനുഗ്രഹമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. എന്താണ് സ്നാനം എന്നുള്ളത് നമ്മൾ ഇന്നും നാളെയും പഠിക്കാൻ പോവുകയാണ്. വളരെ ശക്തനായ ദൈവദാസനാണ് പാസ്റ്റർ രാജു ജോൺ. കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. വളരെ ശക്തനായ രീതിയിൽ ബോംബെയിൽ ഏറിയ വർഷക്കാലമായി ശുശ്രൂഷിക്കുന്ന ദൈവദാസനാണ്. ഞാനിപ്പോൾ ആയിരിക്കുന്നത് കർത്താവിന്റെ ദാസന്റെ സ്വന്തം സ്ഥലത്താണ്. പാമ്പാടിയിൽ നിന്നാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. കർത്താവിന്റെ ദാസൻ എൻ്റെ ഒരു സഹോദരനെ പോലെ എന്നെ സ്നേഹിക്കുകയും സ്തോത്രം എനിക്ക് വളരെ സ്നേഹവും സന്തോഷവുമുള്ള ഒരു ദൈവദാസനാണ്. ഞാൻ ആയിരുന്ന സഭകളിലൊക്കെ ഒത്തിരി പ്രാവശ്യം വന്ന് ശുശ്രൂഷിപ്പാൻ കർത്താവിന്റെ ദാസൻ ദൈവം ഇടയാക്കി. അത് ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു. എൻ്റെ വൈഫിന്റെ ഒരു ടീച്ചർ കൂടിയാണ്. സ്തോത്രം. കർത്താവിന്റെ ദാസൻ എനിക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയുന്ന ഒരു ദൈവദാസനാണ്. ആ ദൈവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇതിൽ കൂടുതൽ ഒന്നും കർത്താവിന്റെ ദാസനെ ഞാൻ അന്ന് വർണ്ണിക്കുന്നില്ല. ആ ദൈവദാസനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. തുടർന്ന് നമുക്ക് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഇന്ന് രാത്രിയിലായിരിക്കാം ദൈവദാസനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ നെരൂരില് IPC ശുശ്രൂഷകനായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. കർത്താവിന്റെ ദാസനെ തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വാക്കുകൾ കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഡെനി ഫിലിപ്പ്, കുടുംബം, ജോയിൻ ചെയ്തിരിക്കുന്ന മറ്റ് അനേക ദൈവദാസന്മാരെ നമ്മൾ കാണുന്നു. ഒസയിലുള്ള ദൈവമക്കൾ, ഇതര സഭകളിൽ നിന്നും ഇതര സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ ജോയിൻ ചെയ്തിരിക്കുന്ന ദൈവമക്കൾ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. വസൈ സഭയുമായി ഒരുമിച്ച് ഇങ്ങനെ വീണ്ടും ഒരു കൂട്ടായ്മ കൂടുന്നത് വളരെ വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അതിനേക്കാൾ അതുപോലെ തന്നെ പാസ്റ്റർ ഡെനി ഫിലിപ്പുമായി ഒരുമിച്ച് കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ 2 ആഴ്ചയ്ക്ക് മുമ്പ് നടക്കേണ്ടിരുന്നതായിരുന്നു നമ്മുടെ ഈ ബൈബിൾ ക്ലാസ്. എന്നാൽ ശാരീരികമായി ഞങ്ങൾക്കുണ്ടായ അസ്വസ്ഥതകൾ നിമിത്തം ക്ലാസ്സുകൾ മാറ്റിവെച്ചു. അതിനുശേഷം ആക്ച്വലി ഞാൻ എടുക്കുന്ന ആദ്യത്തെ മീറ്റിംഗ് ആണ് ഇതെന്ന് പറയാം. കഴിഞ്ഞ ചൊവ്വാഴ്ച ചർച്ചിലെ ബൈബിൾ ക്ലാസ്
എടുത്തിരുന്നു. എന്നാൽ അതിനുശേഷം അന്ന് രാത്രി പിന്നെ വളരെ സ്വസ്ഥതയായിരുന്നു, ഉറങ്ങാനൊക്കെ കഴിയാതെ വലിയ ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയി. ഇന്നത്തെ ദിവസങ്ങളിലെ ക്ലാസ്സുകൾ എങ്ങനെ ആയിരിക്കും എന്നൊരു ചെറിയ സന്ദേഹം ഉണ്ടായിരുന്നുവെങ്കിലും ആദ്യം മാറ്റിവെച്ചു, വീണ്ടും ഇനിയും മാറ്റിവെക്കുന്നത് ശരിയല്ലല്ലോ എന്നൊരു നിലയിലാണ് ഇന്ന് രാത്രിയിലെ ഈ മീറ്റിങ്ങിലേക്ക് തയ്യാറായത്. ഈ മീറ്റിംഗ് ഇന്ന് രാത്രിയിലും നാളെ രാത്രിയിലും ഉണ്ടല്ലോ. നാളത്തെ പകലിലും എൻ്റെ സഭയിൽ ശുശ്രൂഷിപ്പാനായിട്ട് ഞാൻ മറ്റൊരു ദൈവദാസനെ ആക്കിയിരിക്കുകയാണ്. കാരണം എനിക്ക് തോന്നുന്നില്ല ഇന്ന് രാത്രിയിലും നാളെ പകലും പിന്നെ നാളെ രാത്രിയിലും കൂടെ ശുശ്രൂഷിപ്പാൻ ഒരു പക്ഷെങ്കിൽ ആരോഗ്യമുണ്ടാകുമോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് ആണ് ഞാൻ അങ്ങനെ ചെയ്തത്. എങ്കിലും ഇന്ന് ഈ ദിവസങ്ങളിലെ ക്ലാസ്സുകൾ അനുഗ്രഹമായി തീരുവാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ശേഷാൽ ആരാധന ലീഡ് ചെയ്ത പ്രിയബൻസിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട സെഷനായി സ്തോത്രം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഡെനി ഫിലിപ്പ് അദ്ദേഹം പറഞ്ഞതുപോലെ സുജയൻ എനിക്ക് സുജയുടെ ചെറുപ്പം മുതൽ അറിയാം. കർത്താവിന്റെ ദാസനെ ഞങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും ബോംബെയിൽ വന്നതിന് ശേഷമാണ് ഞങ്ങൾ എടുത്തത്. സഹോദരന്മാരെ പോലെ ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇടപെടുവാൻ ഇവിടെയാക്കി എനിക്ക് കൊടുത്തിരിക്കുന്ന നല്ല ശുശ്രൂഷയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കുടുംബമായിട്ട് അവരെ അനുഗ്രഹിക്കുന്നതിനായി ദൈവത്തിന് സ്തോത്രം. അതിനേക്കാളല്ലോ അതുപോലെ തന്നെ വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് പ്രാവശ്യം വസൈ ചർച്ചിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ പ്രിയ സാജനും കുടുംബവും അവിടെയുണ്ട്. അത് വളരെ വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. സാജന്റെ വീഡിയോ ഞാൻ കണ്ടില്ല, പക്ഷെ സ്ക്രീൻ ഞാൻ കണ്ടു. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ക്ലാസ്മേറ്റ്സ് ആയ ഒരേ നാട്ടുകാരായ പ്രിയപ്പെട്ടവരാണ്. കർത്താവിന്റെ ദാസൻ ഡെനി ഫിലിപ്പാണ് സാജൻ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞത്. എങ്കിൽ ഞാൻ അറിയില്ലായിരുന്നു, കാരണം ഞാൻ നേരത്തെ വന്ന സമയങ്ങളിലൊക്കെ അവിടെ ഇല്ലായിരുന്നു. കുടുംബത്തെ ഓർത്ത് വളരെ വളരെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാരണം ഞങ്ങളുടെ അടുത്തുള്ള യാക്കോബായ ചർച്ച് ഇപ്പോൾ അത് ഓർത്തഡോക്സ് ആണ്. ആ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ്, ആ പള്ളിയുടെ വളരെ ഭക്തരായിട്ട് അവിടുത്തെ വളരെ സ്ട്രോങ് ആയ ആളുകളായിട്ട് നിന്ന കുടുംബങ്ങളാണ് അതെല്ലാം. എന്നാൽ കർത്താവിന്റെ സമയമായപ്പോൾ ആ കുടുംബത്തെ കർത്താവ് വിളിച്ചിറക്കി ദൈവത്തിന്റെ കൃപകൾക്കായി സ്തോത്രം. ഞാൻ പഠിച്ച സ്കൂളിൽ അധ്യാപകനായിരുന്നു സാറിന്റെ പിതാവ്. കർത്താവ് ആ കുടുംബത്തെ സത്യത്തിലേക്ക് നടത്തിയ ദൈവത്തിന്റെ കൃപകൾക്കായി ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ തരുന്ന ഈ അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹം എന്ന വിവരത്തിൽ കൂടെ അറിയിക്കുന്നു. പ്രത്യേകാൽ ഞങ്ങൾ സുഖമില്ലാതിരുന്നു എന്ന അറിഞ്ഞ നിമിഷം മുതൽ സഭയായിട്ട് എല്ലാ അവസരങ്ങളിലും ഞങ്ങളെ ഓർത്ത് ഞങ്ങളുടെ കൂട്ടായ പ്രാർത്ഥനയിലും വ്യക്തിപരമായ പ്രാർത്ഥനയിലും കുടുംബ പ്രാർത്ഥനകളിലും ഒക്കെ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പേരെടുത്ത് ഞാൻ പറയുന്നില്ല, പലരും വിളിച്ചു, വിവരങ്ങൾ പ്രത്യേകമായി തിരക്കി. കാണിച്ച സ്നേഹത്തിന് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുകയും ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ ചർച്ചിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ആകാൻ ആഗ്രഹിക്കാതിരുന്നൊരു കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ പാസ്റ്ററാകുക എന്നുള്ളതാണ്. കാരണം ബൈ ഡിഫോൾട്ട് പോലും അങ്ങനെ ആകരുത് എന്നൊരു ചിന്തയുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു കാരണം എൻ്റെ അപ്പൻ പാസ്റ്ററായിരുന്നു. അപ്പം അത് കണ്ടാണ് വളർന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ എല്ലായിടത്തും ഓരോ പാസ്റ്റർമാരെങ്കിലും ഉണ്ട്. മിക്കവാറും പേരും പാസ്റ്റർമാരാ, ഇതിന് പാസ്റ്റർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ആകരുതെന്ന് ആഗ്രഹിച്ചൊരു കാര്യം പാസ്റ്ററാകാന്ന്. സുവിശേഷ വേല ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ആദ്യകാലങ്ങളിലൊക്കെ ആരെങ്കിലും ചോദിച്ചാലും സുവിശേഷ വേല ചെയ്യും, പക്ഷേ പാസ്റ്റർ ആകത്തില്ല എന്നാ പറഞ്ഞുകൊണ്ട്. കർത്താവ് എൻ്റെ ഹിതം മറ്റൊന്നായിരുന്നു. കർത്താവ് പാസ്റ്റർ ആകാൻ തന്നെ ദൈവം അവസരം തന്നു. ഇരുന്ന സഭകളിലൊക്കെ അതിനനുസരിച്ച് ശുശ്രൂഷിപ്പാൻ ദൈവം കൃപ തന്നു. എന്നാൽ പാസ്റ്റർ ആയതുകൊണ്ടുള്ള ഒരു ഗുണം അല്ലെങ്കിൽ ഒരു സന്തോഷവും അഭിമാനവും തോന്നുന്നത് ജീവിതത്തിന്റെ ഇത്തരം ഘട്ടങ്ങളിലാണ്. വലിയ ഏകാന്തത അനുഭവിക്കുന്ന നിമിഷങ്ങൾ, വളരെ പ്രയാസകരമായ സാഹചര്യങ്ങളൊക്കെ കഴിഞ്ഞ നാളിൽ ഏതെല്ലാം ഉണ്ടായിട്ടുണ്ടോ, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവജനത്തിന്റെ സഹായം പിന്നിലുണ്ടായിരുന്നു. അത് ശുശ്രൂഷിക്കുന്ന ദൈവസഭയും മുൻപ് ശുശ്രൂഷിച്ച ദൈവസഭകളും ശുശ്രൂഷയിലൂടെ പരിചയപ്പെട്ട അനേക ദൈവദാസന്മാരും ദൈവമക്കളും ഈ ദിവസങ്ങളിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് അവർ വിളിക്കുകയും അന്വേഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ചില ദിവസങ്ങൾ ഞാൻ ഈ ഭവനത്തിൽ ഒറ്റയ്ക്കായിരുന്നു. എൻ്റെ വൈഫും കുഞ്ഞുങ്ങളും കോവിഡ് സെന്ററിലായിരുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അതിന്റെ നടുവിലൊക്കെ ദൈവജനത്തിന്റെ വലിയ പ്രാർത്ഥനയും ദൈവജനത്തിന്റെ വലിയ സഹായവും ഒക്കെ ഉണ്ടായിരുന്നു. അതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമുഖമായിട്ട് അത്രയും വാക്കുകൾ മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇന്ന് രാത്രിയിലും നാളെയും ദൈവവചനത്തിന്റെ വാതിൽ കർത്താവ് തുറന്നു തരേണ്ടതിനായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. എത്ര സമയം എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല.
മാത്രമല്ല സാധാരണ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാനിപ്പം ശബ്ദത്തിലാണ് സംസാരിക്കുന്നത്. ഇന്ന് കഴിയുന്നതും ശബ്ദം കുറച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത്. അത് അനുഗ്രഹത്തിന് തടസ്സമാകത്തില്ല എന്ന് വിചാരിക്കുന്നത്. ഒരു ക്ലാസ് ആണെന്നോ, പ്രത്യേകിച്ച് ക്ലാസ്സുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴും വസൈ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ്. കാരണം എൻ്റെ അധ്യാപന ജീവിതത്തിന്റെ നല്ലൊരു ശതമാനവും ചെലവഴിച്ചത് 90% ചെലവഴിച്ചത് വസൈയാണ്. അവിടുത്തെ സിംഗ് ക്ലാസ്സിലും പിന്നീട് മഹേഷ് ട്യൂട്ടോറിയൽസിലും അതിനുശേഷം SP ക്ലാസ്സസിലും പിന്നെ അവിടെയുള്ള എൻ്റെ സ്നേഹിതന്മാർ നടത്തുന്ന ചില ക്ലാസ്സുകളിലും ഒക്കെ ഇടസമയങ്ങളിൽ വരികയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തു. ഇതൊരു 4-5 വർഷം മുൻപ് വരെ ഉണ്ട്. വസൈ ചുറ്റുപാടിലും ഞാൻ പഠിപ്പിച്ച ആയിരക്കണക്കിന് കുട്ടികളുണ്ട് എന്ന് പറയുന്നത് ശരി. അതുകൊണ്ട് പഠിപ്പീര് അവിടെയുള്ള ആളുകൾക്ക് മുമ്പിലും അതിന്റെ സെക്കുലർ ടീച്ചിങ് അതൊരു പുതുമയുള്ള കാര്യമല്ല. എന്നാൽ ഇന്ന് രാത്രി ഞാൻ വരുന്നത് ദൈവവചനവുമായിട്ടാണ്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. സ്നാനം, വൈ ബാപ്റ്റിസം, അങ്ങനെ ഒരു സബ്ജക്റ്റ് ആണല്ലോ നമ്മുടെ ഫ്ലയറിൽ ഇട്ടിരിക്കുന്നത്. സ്നാനം എന്തുകൊണ്ട്? അതിലേക്ക് ഞാൻ ഈ ക്ലാസിന്റെ 2ാമത്തെ സെഷനിൽ, അതായത് നാളെ ആയിരിക്കാം അതിലേക്ക് വരുന്നത്. അതിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ അതിനു മുൻപ് സ്നാനത്തെക്കുറിച്ച് ആമുഖമായി ചില കാര്യങ്ങൾ പറയണം എന്ന് ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, സ്നാനം ഒരു പുതിയ കാര്യമല്ല. എൻ്റെ മുൻപിൽ ഇരിക്കുന്ന 90% ആളുകളോ അതിൽ കൂടുതലോ സ്നാനപ്പെട്ടവരായിരിക്കും എന്ന് തന്നെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ ദാസൻ ഇങ്ങനെ ഒരു ക്ലാസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇതിന്റെ നീഡ് എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ വസൈ ചർച്ചില് കുഞ്ഞുങ്ങളായ ചില ആളുകൾ, യുവാക്കന്മാരായ ചില ആളുകൾ, യുവതികൾ, യങ്സ്റ്റേഴ്സ് ആയ ചില ആളുകൾ സ്നാനപ്പെടാനുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ പ്രതീക്ഷിച്ചത് ഒരു ചെറിയ ഓഡിയൻസിനെയാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ എൻ്റെ മുൻപിലുള്ള സ്ക്രീനുകളുടെ സംഖ്യ നോക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ ഈ ക്ലാസ് കേൾക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. അതിനെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് സ്നാനം എന്താണെന്നോ എന്തിനു വേണ്ടിയാണെന്നോ അറിവില്ലാത്ത ആളുകളല്ല എൻ്റെ മുൻപിൽ ഇരിക്കുന്നത്. മാത്രമല്ല, മിക്കവാറും സ്നാന ശുശ്രൂഷകളൊക്കെ നമ്മുടെ സഭകളിൽ നടക്കുമ്പോൾ അതിനു മുൻപായി അധികം ദീർഘമല്ലെങ്കിൽ കർത്താവിന്റെ ദാസന്മാർ, സഭാ ശുശ്രൂഷകന്മാർ, അതില്ലെങ്കിൽ മറ്റാരെങ്കിലും സ്നാനത്തെക്കുറിച്ച് ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. അങ്ങനെ എത്രയോ ക്ലാസ് നിങ്ങൾക്ക് എൻ്റെ മുൻപിലുള്ള ആളുകൾ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടായിരിക്കും. നിരവധി ക്ലാസ്സുകൾ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് അതിലെന്തെങ്കിലും ഞാൻ എടുക്കുന്ന ഈ ക്ലാസ്സിൽ എന്തെങ്കിലും പുതുമയുണ്ടായിരിക്കുമെന്ന് ഞാൻ അവകാശപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ കഴിഞ്ഞ നാളിലൊക്കെ എൻ്റെ ശുശ്രൂഷയിൽ ഞാനിരുന്ന സഭകളിലും സ്നാനവുമായി ബന്ധപ്പെട്ട് ഉള്ള അവസരങ്ങളിൽ ക്ലാസ് എടുപ്പാൻ ദൈവം എനിക്ക് അവസരം തന്നു. ഇതുപോലെ തന്നെ മറ്റു ചിലയിടങ്ങളിൽ ക്ലാസ് എടുപ്പാൻ ദൈവം അവസരം തന്നപ്പോൾ ദൈവവചനത്തിൽ നിന്ന് ഞാൻ പഠിച്ചതും ദൈവത്തിന്റെ ആത്മാവ് പ്രകാശിപ്പിച്ചതും എനിക്ക് മനസ്സിലായതുമായ ചില ചിന്തകൾ ആണ് ഞാൻ സംസാരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. വർഷങ്ങൾക്ക് പുറകിലേക്ക് എൻ്റെ ഓർമ്മ പോകുമ്പോൾ ഞാൻ ഓർക്കുന്നു, 2006 തോന്നുന്നു, വസൈ ചർച്ചിൽ തന്നെയുള്ള ഒരു ക്ലാസ് കഴിഞ്ഞ് പോകുന്നതിന് ശേഷമാണ് ചില ആഴ്ചകൾക്ക് ശേഷം രമയാൻറ്റി സ്നാനപ്പെടുന്നു എന്നുള്ള വാർത്ത അറിയാനായിട്ട് ഇടയായത്. ആൻറ്റി സംബന്ധിക്കുന്നുണ്ടല്ലോ, അതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വചനം നമുക്ക് പ്രയോജനപ്പെടുന്നത് അതനുസരിക്കുന്നതിലേക്കാണ്. അതിനോട് റെസ്പോണ്ട് ചെയ്യുക, പോസിറ്റീവ്ലി റെസ്പോണ്ടിങ് ടു ഇറ്റ്. അതുകൊണ്ട് ഈ വചന കേൾവി നമുക്ക് സ്നാനത്തിന്റെ തിയോളജി അറിയുക, സ്നാനത്തിന്റെ വേദശാസ്ത്രം അറിയുക എന്നുള്ളതിനേക്കാൾ ഉപരി കർത്താവിന്റെ ദാസന്മാരെ പ്രാർത്ഥിച്ചതുപോലെയും ദൈവദാസൻ ഓർപ്പിച്ചതുപോലെയൊക്കെ ആരെങ്കിലും സ്നാനം ഏൽക്കാൻ തടസ്സമായിട്ട് അല്ലെങ്കിൽ ഒക്കെ സ്നാനം ഏൽക്കാതെ നിൽക്കുന്നുവെങ്കിൽ ഈ ക്ലാസ് അവർക്കും അവരെ കൺവിൻസ് ചെയ്യുന്നതിന് ഒരു കാരണമായി തീരട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഒരു വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ഈ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. നമുക്ക് വളരെ പരിചിതമായ മത്തായി സുവിശേഷം 28-ാം അധ്യായം, അതിന്റെ 19, 20, 18, 19, 20 വാക്യങ്ങൾ. Gospel of Matthew chapter 28 verses 18 through 20. യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളിച്ചു. ഒരു വാക്ക് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ കർത്താവേ, ഈ സന്ധ്യയ്ക്കായി ഞങ്ങൾ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പലയിടങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ മാധ്യമത്തിലൂടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം നൽകി തന്ന അവസരത്തിനായി സ്തോത്രം. ഈ സഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു, കർത്താവിന്റെ ദാസനായി കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ നാട്ടിലവരായിരിക്കുന്ന ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെല്ലാം ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ഇന്ന് രാത്രി കർത്താവെ ദൈവവചനത്തിന് മുമ്പിൽ ആയിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും കർത്താവ് ഇടപെടണമേ. കർത്താവെ അടിയനെ നീ ബലപ്പെടുത്തണമേ. അതിന്റെ വചനത്തിന്റെ വാതിൽ തുറക്കണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അത് ഗ്രഹിപ്പാൻ ഞങ്ങളുടെ ബുദ്ധിയെ കർത്താവ് തുറക്കണമേ. സകല മഹത്വവും ഞങ്ങൾ കർത്താവിന് അർപ്പിക്കുന്നു. അങ്ങയുടെ നാമം മാത്രം മഹത്വം എടുപ്പാൻ സഹായിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം പൊന്നു പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്നാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ എല്ലായ്പ്പോഴും വായിക്കുന്ന, സ്നാന ശുശ്രൂഷയുടെ മുൻപിലും നമ്മൾ വായിക്കുന്ന ഒരു വേദഭാഗമാണ് ഞാൻ വായിച്ച് ആരംഭിച്ചിരിക്കുന്നത്. നമ്മുടെ കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 40 നാളോളം ഈ ഭൂമിയിൽ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി താൻ ജീവനോടെ ഇരിക്കുന്നുവെന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ തെളിയിച്ചതിന് ശേഷം സ്വർഗാരോഹണത്തിന്റെ സമയം അടുത്തു വരുമ്പോൾ ആ സമയത്ത് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വായിച്ചത്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയും. എനിക്കറിയാം, many youngsters are listening to me. Those people are not so much familiar with Malayalam, so I would like to mix my class with Malayalam with English. English കൂടെ ഞാൻ ആ വാക്യം ഒന്ന് വായിച്ചുകൊണ്ട് ആരംഭിക്കാം. Matthew chapter 28 verse 18 onwards. Then Jesus came to them and said, all authority in heaven and on earth has been given to me. Therefore go and make disciples of all nations, baptizing them in the name of the Father and of the Son and of the Holy Spirit, and teaching them to obey everything I have commanded you. And surely I am with you always to the very end of the age. NIV-ലാണ് ഞാൻ വായിച്ചത്. നമ്മുടെ കർത്താവിന്റെ ഈ ഭൂമിയിൽ താൻ തന്റെ ഐഹിക ജീവിതകാലത്തെ ശിഷ്യന്മാരോടുള്ള അല്ലെങ്കിൽ ലോകത്തോട് തന്നെയുള്ള ഏറ്റവും അവസാനത്തെ വാക്കുകളാണ്. വെരി ലാസ്റ്റ് വേർഡ്സ്. കർത്താവിന്റെ ശിഷ്യന്മാരോട് മറ്റൊന്നും പറഞ്ഞതായി നമ്മൾ വായിക്കുന്നില്ല. അതിൽ മർക്കോസ് അത് മറ്റൊരു രീതിയിലാണ് രേഖപ്പെടുത്തുന്നതെങ്കിലും അതിന്റെ സം ആൻഡ് സബ്സ്റ്റൻസ് ഇത് തന്നെയാണ്. അപ്പൊ കർത്താവിടെ പറയുന്നത് all authority in heaven and on earth has been given to me. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. Therefore go and make disciples of all nations, baptizing them in the name of the Father and of the Son and of the Holy Spirit, teaching them to obey everything that I have commanded you. By baptizing and by teaching, make disciples. That is what Jesus is saying. കർത്താവ് പറയുകയാണ്, നിങ്ങൾ സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. എങ്ങനെ? രണ്ട് കാര്യങ്ങൾ അവിടെ കർത്താവ് പറയുന്നത്, സ്നാനപ്പെടുത്തിയും ഉപദേശിച്ചും. ബാപ്റ്റൈസിങ് ആൻഡ് ടീച്ചിങ്. ഉപദേശിക്കുക എന്ന മലയാളം ബൈബിളിൽ നമ്മൾ എവിടെയെല്ലാം വായിക്കുന്നു, ഇംഗ്ലീഷ് ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ ടീച്ച് എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. പഠിപ്പിക്കുക, ഉപദേശിക്കുക. ടീച്ച്. പ്രീച്ചിങ്ങിനേക്കാൾ ഉപരി കർത്താവോട് പറയുന്ന പദമാണ് ടീച്ച്. ടീച്ചിങ് ദം, ബാപ്റ്റൈസിങ് ആൻഡ് ടീച്ചിങ്. ഈ ഒരു വാക്യം നിങ്ങൾ നോക്കിയാൽ 3 വെർബുകളാണ് അവിടെ ഉപയോഗിച്ചത്, 3 ക്രിയകളാണ് ഉപയോഗിച്ചത്. വൺ ഈസ് മേക്ക്, മറ്റൊന്ന് ടീച്ചിങ് ആൻഡ് ബാപ്റ്റൈസിങ്. ഏറ്റവും ഇമ്പോർട്ടന്റ് വെർബ് മേക്ക് ഡിസൈപ്പിൾസ്. ശിഷ്യരാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബട്ട് ഹൗ? അതെങ്ങനെയാ ആക്കുന്നത്? by baptizing and by teaching. ഈ രണ്ട് കാര്യങ്ങളും വളരെ അത്യന്താപേക്ഷിതമായൊരു കാര്യം. ദൈവസഭയെ സംബന്ധിച്ച് പറഞ്ഞാൽ, പുതിയ നിയമസഭയെ സംബന്ധിച്ച് പറഞ്ഞാൽ, ദൈവസഭയ്ക്ക് ദൈവത്തിന്റെ വചനത്തിലൂടെ ലഭിച്ചിരിക്കുന്ന 2 ഓർഡിനൻസുകളാണ്. അതിനെ ചടങ്ങുകളെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മലയാളത്തിൽ. പക്ഷെ അതൊരു മറ്റ് പട്ടത്ത സഭകളൊക്കെ സാക്രമെന്റ്സ് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ നമ്മൾ അതിൽ വിശ്വസിക്കുന്നത് സാക്രമെന്റ് കൂദാശകളിലല്ല നമ്മൾ വിശ്വസിക്കുന്നത്. ദൈവസഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന 2 അനുഷ്ഠാന ശുശ്രൂഷകളെന്നോ ഒക്കെ നമുക്ക് പറയാൻ പറ്റും, ഓർഡിനൻസുകൾ. ഒന്ന് ബാപ്റ്റിസവും മറ്റൊന്ന് ദ ലോർഡ് സപ്പർ. ഈ 2 കാര്യങ്ങളാണ് കർത്താവ് നൽകി തന്നിരിക്കുന്നത്. അതിൽ ഒന്ന് ഒരു വ്യക്തി ഒരിക്കൽ മാത്രം എടുക്കുന്നതും മറ്റൊന്ന് കണ്ടിന്യൂ ചെയ്യുന്നതുമായ കാര്യം. That means baptism is once for all, for a person, for an individual. You are not going to take baptism every time. It's not a recurring event. അത് റെക്കർ ചെയ്യുന്ന ഒരു കാര്യമല്ല, വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരു കാര്യമല്ല. once ഒരിക്കൽ മാത്രം എടുക്കേണ്ട കാര്യം. എന്നാൽ നമുക്കറിയാം ലോർഡ് സപ്പർ, that is continuously or repeatedly we are observing. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ,
one is the evidence of initiation into the church, and other is the evidence of continuation in the church. ഞാൻ ക്ലാസ് എടുത്ത് മുൻപോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഈ കാര്യങ്ങളെ കുറിച്ച് ബോധ്യമാകും. അതായത് ഒന്ന്, ദൈവസഭയിലേക്ക് ഇനിഷ്യേറ്റ് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ദൈവസഭയിലേക്ക് പ്രവേശിപ്പിക്കുന്ന, ദൈവസഭയുടെ ഭാഗമാക്കി തീർക്കുന്ന ഇതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, ദൈവസഭയിൽ നിലനിൽക്കുന്നു, അല്ലെങ്കിൽ കർത്താവുമായിട്ടുള്ള ആ കൂട്ടായ്മയിൽ, ദൈവസഭയുമായിട്ടുള്ള ഫെലോഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതിന്റെ എവിഡൻസ്, അതിന്റെ തെളിവാണ് കർത്താവിന്റെ മേശയിൽ സംബന്ധിക്കുക എന്ന് പറയും. കർത്താവിന്റെ മേശയിൽ സംബന്ധിക്കുന്ന it's the evidence of the continuation in the fellowship, continuation of remaining in the church. ഇത് സ്നാനം എന്ന് പറയുന്നത് it is the initiating moment. What the person is getting initiated into the church. ദൈവസഭയിലേക്ക് ഒരാള് പ്രവേശിപ്പിക്കപ്പെടുന്ന, സഭയുടെ ഭാഗമായി തീരുന്ന കാര്യമാണ് സ്നാനം. ഞാൻ അതിലേക്ക് പോകുന്നതിന് മുൻപായി അല്പം മുഖവരയായിട്ട് നിങ്ങളോട് സംസാരിക്കേണ്ടതുണ്ട്. ഈ സ്നാനം അത് എവിടെ നിന്നാണ് ആരംഭിച്ചതെന്നോ ആരാണ് ആദ്യം സ്നാനപ്പെടുത്തിയതോ എന്നൊന്നും നമുക്ക് ദൈവവചനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഓൾഡ് ടെസ്റ്റ്മെന്റ് സേസ് നത്തിങ് അബൌട്ട് ബാപ്റ്റിസം. പഴയ നിയമത്തിൽ സ്നാനത്തെ കുറിച്ച് യാതൊന്നും നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നില്ല. പുതിയ നിയമത്തിലാണ് നമ്മൾ സ്നാനത്തെ കുറിച്ച് വായിക്കുന്നത്. അത് നമുക്കറിയാം. യോഹന്നാൻ സ്നാപകനാണ് ആദ്യമായി സ്നാനപ്പെടുത്തുന്നതായി നമ്മൾ കാണുന്നത്. നമ്മുടെ കർത്താവും യോഹന്നാൻ സ്നാപകന്റെ കീഴിലാണല്ലോ സ്നാനപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷമാണ് കർത്താവിന്റെ ശിഷ്യന്മാർ സ്നാനപ്പെടുത്തുകയും പിന്നെ കർത്താവ് ശിഷ്യന്മാർക്ക് സ്നാനപ്പെടുത്തുവാനുള്ള കൽപ്പന കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ട് ഫ്രം വേർ ബാപ്റ്റിസം ഒറിജിനേറ്റ്, എവിടെ നിന്നാണ് സ്നാനം ആരംഭിച്ചത് എന്ന് തെളിയിക്കാനായിട്ട് പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിലോ പഴയ നിയമത്തിന്റെ വെളിച്ചത്തിലോ നമുക്ക് കാണാൻ കഴിയില്ല. പിന്നെ കുറെ ചർച്ച ഹിസ്റ്ററികളോ അല്ലെങ്കിൽ മറ്റ് ചരിത്രപരമായ കാര്യങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. അത് ഞാൻ ഇവിടെ കൂടുതൽ പ്രസ്താവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ക്ലാസ് ആ രീതിയിൽ പോകാനായിട്ട് അല്ലല്ലോ ആഗ്രഹിക്കുന്നത്. എന്നാൽ നമ്മൾ വേദപുസ്തകത്തിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് അതുകൊണ്ട് സ്നാനത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പ്രധാനമായും നമ്മൾ പുതിയ നിയമമാണ്, ന്യൂ ടെസ്റ്റ്മെന്റ് ആണ് നമ്മൾ ആധാരമായിട്ട് എടുക്കുന്നത്. ന്യൂ ടെസ്റ്റ്മെന്റ്, കാരണം ന്യൂ ടെസ്റ്റ്മെന്റ് ആ സ്നാനത്തെ കുറിച്ച് കാണുന്നത്. പുതിയ നിയമം നമ്മൾ വായിക്കുമ്പോൾ ഏതാണ്ട് 98 times 98 തവണ സ്നാനം എന്ന പദം, സ്നാനമോ ബാപ്റ്റിസം എന്ന നൗൺ ഫോമോ അല്ലെങ്കിൽ അതിന്റെ വെർബൽ ഫോമോ മറ്റ് ഇതര രൂപങ്ങളിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ബാപ്റ്റിസം, ബാപ്റ്റൈസിങ്, ബാപ്റ്റൈസ്, ബാപ്റ്റൈസ്ഡ്, അങ്ങനെയുള്ള വിവിധ ഫോമുകളിൽ ആ പദം ഉപയോഗിച്ചിരിക്കുന്നത് ഏതാണ്ട് 98 തവണ ന്യൂ ടെസ്റ്റ്മെന്റിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 98 times. ബാപ്റ്റിസം എന്ന നിലയിൽ തന്നെ, അതായത് സ്നാനം എന്ന അർത്ഥത്തിൽ തന്നെ 20 തവണ ഉപയോഗിച്ചു. ബാപ്റ്റിസം എന്ന അർത്ഥത്തിൽ തന്നെ. ഞാൻ പറയുന്നത് പുതിയ നിയമത്തെ കുറിച്ചാണ്, പഴയ നിയമത്തെ കുറിച്ചല്ല പറയുന്നത്. പഴയ നിയമത്തിലെ ഈ ഭാഗമേ നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. ബാപ്റ്റിസംസ് അത് പ്ലൂറലില്, ബഹുവചനത്തില്, സ്നാനങ്ങൾ എന്ന അർത്ഥത്തില് 1 തവണ ഉപയോഗിച്ചു. ബാപ്റ്റിസംസ്. ബാപ്റ്റൈസ്ഡ്, സ്നാനപ്പെടുത്തി, സ്നാനപ്പെട്ടു പാസ്റ്റ് ടെൻസില് 50 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. ബാപ്റ്റൈസിങ് എന്ന അർത്ഥത്തില് ഇപ്പോൾ നമ്മൾ വായിച്ച മാത്യു ചാപ്റ്റർ 28 ബാപ്റ്റൈസിങ് അതിന്റെ ജെറണ്ട് ING ഫോമിൽ ഇംഗ്ലീഷിൽ 9 തവണ ഉപയോഗിച്ചു. അങ്ങനെ ടുഗദർ എല്ലാം കൂടെ ചേർത്ത് വെക്കുമ്പോൾ സ്നാനം ഈ 27 ബുക്സില് 27 പുസ്തകങ്ങളില് പുതിയ നിയമത്തില് ഏതാണ്ട് 98 തവണ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതില് പ്രത്യേകിച്ച് മർക്കോസിന്റെ സുവിശേഷത്തിലേക്കാണ് ഞാൻ ആരംഭമായിട്ട് ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. 28-ാം അധ്യായത്തിന്റെ വാക്യങ്ങളാണ് വായിച്ചു തുടങ്ങിയെങ്കിലും നമ്മൾ ആ വാക്യത്തിലേക്ക് മടങ്ങി വരും. നമ്മൾ ഞാൻ ഇവിടേക്ക് പറഞ്ഞപ്പോൾ ബാപ്റ്റിസം എന്ന പദം ഞാൻ പറഞ്ഞു, അങ്ങനെ 20 times ഉപയോഗിച്ചിട്ടുണ്ട്. ബാപ്റ്റിസംസ് എന്ന അർത്ഥത്തില് സ്നാനങ്ങൾ എന്ന അർത്ഥത്തിൽ 1 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അത് എബ്രായ ലേഖനത്തിൽ സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, പിന്നെ സ്നാനപ്പെടുത്തുക എന്ന അർത്ഥത്തിലൊക്കെ ഉപയോഗിച്ചു. വൈ ബാപ്റ്റിസംസ്? എന്തുകൊണ്ടാണ് ഈ ബാപ്റ്റിസം എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്, സ്നാനങ്ങൾ എന്ന അർത്ഥത്തിൽ? കാരണം നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ, ദൈവവചനം പഠിക്കുമ്പോൾ ഒരു സ്നാനം മാത്രമല്ല ഉള്ളത്. there are various kinds of baptisms. പല നിലകളിലുള്ള അല്ലെങ്കിൽ പല അർത്ഥത്തിൽ ഉള്ള സ്നാനങ്ങൾ ഉണ്ട്. പ്രധാനമായി നമുക്ക് പറഞ്ഞാൽ, പുതിയ നിയമത്തിന്റെ ഭാഗത്ത് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട്
ഒരു 3-4 തരം സ്നാനങ്ങളെ നമുക്ക് കാണാനായിട്ട് കഴിയും. 3 or 4 types of baptisms കാണാൻ കഴിയും. ഞാൻ 1-2 വാക്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് കൊണ്ടുവരാം. നമ്മൾ വായിച്ചത് മത്തായി സുവിശേഷം 28-ാം അധ്യായമാണ്. അതിന്റെ ഒറ്റ പേജ് മറിച്ചാൽ മതി. മർക്കോസിന്റെ സുവിശേഷം ആദ്യത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരും. മർക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം. ആ 1-ാമത്തെ അധ്യായത്തില് അതിന്റെ 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് വേഴ്സ് 3, 3-ാമത്തെ വാക്യത്തിൽ, അതിന്റെ മലയാളത്തില് 3-ാം വാക്യത്തിന്റെ ഏകദേശം ടുവേർഡ്സ് ദി എൻഡ് അവിടെ വായിക്കുന്നത്, യോഹന്നാൻ വന്ന് മരുഭൂമിയിൽ സ്നാനം കഴിപ്പിച്ചു, പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചും പോകും. Verses 3 and 4, that is what I read from the book of the Gospel of Mark. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ മലയാളത്തിൽ അതിന്റെ 3-ാം വാക്യത്തിന്റെ അവസാനം മുതൽ 4-ാം വാക്യം കൂടെ, ഇംഗ്ലീഷ് 4-ാം വാക്യം വെച്ചാൽ മതി. യോഹന്നാൻ വന്ന് മരുഭൂമിയിൽ സ്നാനം കഴിപ്പിച്ചു, പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം. അവിടെ ആ സ്നാനത്തിന്റെ പേര് തന്നെ പറഞ്ഞിട്ടുണ്ട്, ബാപ്റ്റിസം ഓഫ് റിപ്പൻഡൻസ്, ബാപ്റ്റിസം ഓഫ് റിപ്പൻഡൻസ്, മാനസാന്തര സ്നാനം. കുറച്ച് വാക്യങ്ങൾ കൂടെ നമ്മൾ കഴിയുമ്പോൾ, അതിന്റെ 7-8 വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, യോഹന്നാൻ തന്നെ പറയുകയാണ്, എന്നിലും ബലമേറിയവൻ എന്റെ പിന്നാലെ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറ കുഞ്ഞഴിപ്പാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും എന്ന് പ്രസംഗിച്ചു പറഞ്ഞു. നമ്മള് മത്തായി സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും വായിക്കുമ്പോൾ യോഹന്നാൻ പറയുന്നത് പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. ബാപ്റ്റിസം ഓഫ് ദ സ്പിരിറ്റ് ആൻഡ് ബാപ്റ്റിസം ഓഫ് ദ ഫയർ. തീ കൊണ്ടും ആത്മാവ് കൊണ്ടും സ്നാനം കഴിപ്പിക്കും. കുറെ കൂടെ നമ്മൾ വായിക്കുമ്പോൾ when we come to verse 9 of Mark chapter 1, മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ആ കാലത്ത് യേശു ഗലീലയിലെ നസറത്തിൽ വന്നു, യോഹന്നാനാൽ യോർദാനിൽ സ്നാനം കഴിഞ്ഞു. ഞാൻ ഈ വായിച്ച വാക്യങ്ങൾ verse 4, then verses 7 and 8, then verse 9. 4-ാം വാക്യം, 7-8 വാക്യങ്ങൾ, 9-ാമത്തെ വാക്യം. ഈ വാക്യങ്ങളില് മർക്കോസിന്റെ സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തില് there are 3 baptisms there. അവിടെ 3 തരം സ്നാനങ്ങൾ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മർക്കോസിന്റെ മത്തായിയുടെ സുവിശേഷം കൂടെ ചേർത്ത് വെച്ച് നമ്മൾ വായിച്ചാൽ അത് നമുക്ക് 4 സ്നാനമായിട്ട് കാണാനായിട്ട് കഴിയും. മർക്കോസിന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിലും അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം ഞാൻ പറഞ്ഞു വന്ന വാക്യം, അതായത് പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിക്കും. ഈ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആത്മാവിലുള്ള സ്നാനവും തീ കൊണ്ടുള്ള സ്നാനവും ഒന്നല്ല, അത് 2ആണ്. പിന്നീട് ഞാൻ പറഞ്ഞു പോകുമ്പോൾ അല്പം വിശദീകരിക്കാം, പക്ഷെ എന്റെ ക്ലാസ് അതല്ലല്ലോ. അതുകൊണ്ട് കാരണം പല ആളുകളും ധരിച്ചിരിക്കുന്നത് ഈ ആത്മാവ് കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നതും തീ കൊണ്ടുള്ള സ്നാനം കഴിപ്പിക്കലും ഒന്നാണ് എന്നാണ് പല ആളുകളും ധരിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. വേദപുസ്തകം സൂക്ഷ്മമായി നമ്മൾ പഠിച്ചു വരുമ്പോൾ അങ്ങനെയല്ല ഏതാ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആരംഭമായി പറഞ്ഞത്. ഞാൻ പറഞ്ഞ ഈ മർക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തെ അടിസ്ഥാനമാക്കി പറഞ്ഞാൽ, ഞാൻ ഈ വായിച്ച വാക്യങ്ങളെ അടിസ്ഥാനമാക്കി verse 4 and verses 7 and 8, 4-ാമത്തെ വാക്യം, 7-8 വാക്യങ്ങൾ, 9-ാമത്തെ വാക്യം. ഇവിടെ ഒന്ന് യോഹന്നാൻ കഴിക്കുന്ന സ്നാനം, യോഹന്നാൻ കഴിപ്പിക്കുന്ന സ്നാനം, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ. അവിടെ മർക്കോസ് തന്നെ ആ സ്നാനത്തെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. മർക്കോസ് തന്നെ ആ സ്നാനത്തിന് ഒരു പേര് കൊടുത്തിട്ടുണ്ട്, മാനസാന്തര സ്നാനം. മാനസാന്തര സ്നാനം. പിന്നീട് യേശു നൽകുന്ന സ്നാനത്തെ കുറിച്ച്, തന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ എന്നിലും ബലമേറിയവനാണ്, അവന്റെ ചെരുപ്പിന്റെ വാറടിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞിട്ട് മർക്കോസ് യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു. ഐ ഗീവ് യു ദ ബാപ്റ്റിസം ഇൻ വാട്ടർ, വാട്ടർ ബാപ്റ്റിസം. അല്ലെങ്കിൽ ആ സ്നാനത്തിന്റെ യഥാർത്ഥ പേരാണ് മാനസാന്തര സ്നാനം. എന്നാൽ എന്റെ പിന്നാലെ വരുന്നവൻ നിങ്ങൾക്ക് തരുന്നത് പരിശുദ്ധാത്മാവിലും, നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും. അത് മാത്രമാണ് മർക്കോസ് അവിടെ രേഖപ്പെടുത്തുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞത് പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. ഇതാണ് 2-ാമത്തെയും 3-ാമത്തെയും സ്നാനം. 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ മർക്കോസ് വീണ്ടും പറയുകയാണ്, യേശുവിന്റെ സ്നാനം, the baptism of Jesus, the baptism of Jesus, Jesus baptism.
These 3 or 4 baptisms are all different ones. ഈ 3 സ്നാനങ്ങൾ, സ്നാനവും അല്ലെങ്കിൽ 4 സ്നാനവും ഓരോന്നും വ്യത്യസ്തം. ആദ്യമേ പറയട്ടെ, നമ്മൾ ഏറ്റിരിക്കുന്ന സ്നാനം അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനമേൽക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എടുക്കാൻ പോകുന്ന സ്നാനം ഈ പറയുന്ന സ്നാനം ഒന്നുമല്ല. ഈ പറയുന്ന സ്നാനം ഒന്നുമല്ല ഞാൻ സ്വീകരിച്ചത്, നിങ്ങൾ സ്വീകരിച്ചത്, അല്ലെ എന്റെ മുമ്പിൽ ഈ ക്ലാസ്സുകൾ കേൾക്കുന്ന ഇത് സ്വീകരിക്കാനുള്ളവർ എടുക്കാൻ പോകുന്ന സ്നാനം. ഇത് 4ാമത്തെ വാക്യത്തിലെ സ്നാനമോ അതുപോലെ തന്നെ സ്നാനമോ ആ 7 വാക്യങ്ങളിലെ സ്നാനമോ യേശു എടുത്ത സ്നാനമോ ഇതൊന്നുമല്ല. നമ്മൾ എടുക്കാൻ പോകുന്ന സ്നാനം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഈ ക്ലാസ് പ്രധാനമായി അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. എങ്കിലും തെറ്റിദ്ധാരണകൾ മാറുന്നതിന് വേണ്ടിയും അതിനെ അല്പം കൂടെ മനസ്സിലാക്കുവാൻ താല്പര്യമുള്ളവരുടെ അറിവിലേക്ക് കൂടെയാണ് ഞാൻ ഈ പറയുന്നത്. ഒന്നാമത് പറഞ്ഞത് യോഹന്നാൻ സ്നാപകൻ കഴിപ്പിച്ച സ്നാനമാണ്. യോഹന്നാൻ സ്നാപകൻ കഴിപ്പിച്ച സ്നാനം, അല്ലെങ്കിൽ അതിനെ നമ്മൾ യോഹന്നാന്റെ സ്നാനം എന്ന് വിളിക്കാം. മർക്കോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ സ്നാനത്തിന്റെ പേര് മാനസാന്തര സ്നാനം, ബാപ്റ്റിസം ഓഫ് റിപ്പൻഡൻസ്. ബാപ്റ്റിസം ഓഫ് റിപ്പൻഡൻസ്. രണ്ടാമത് പറഞ്ഞത് യേശുവിനെ കുറിച്ച് പറയണം, പരിശുദ്ധാത്മസ്നാനം. പരിശുദ്ധാത്മസ്നാനം അത് വെള്ളത്തിലുള്ള സ്നാനമല്ല. കാരണം നിങ്ങൾക്ക് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് പോയാൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാമത്തെ അധ്യായം, അതിന്റെ 8-ാമത്തെ വാക്യം നിങ്ങൾ വരുമ്പോൾ, 5-ാമത്തെ വാക്യം, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുൻപേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മാവ്, ഈ ആളുകളെല്ലാം സ്നാനമേറ്റ ആളുകളാണ്, വെള്ളത്തിൽ സ്നാനമേറ്റവരാണ്. അപ്പോൾ ഇതുവരെയും അവർക്ക് പരിശുദ്ധാത്മ സ്നാനം ലഭിച്ചിട്ടില്ല. നമുക്കറിയാം, അത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിലാണല്ലോ സംഭവിക്കുന്നത്. അപ്പോൾ ഒന്നാമത് യോഹന്നാൻ സ്നാപകന്റെ നൽകിയ സ്നാനം, രണ്ടാമത് യേശുക്രിസ്തു നൽകുന്ന സ്നാനം, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ അധികാരത്തിലുള്ള മർക്കോസ് രേഖപ്പെടുത്തുന്ന യോഹന്നാൻ സ്നാപകൻ പറയുന്ന സ്നാനം വെള്ളം കൊണ്ടും പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും ഉള്ള സ്നാനം. തീ കൊണ്ടുള്ള സ്നാനം ന്യായവിധിയാണ് എന്ന് ഓർക്കണം. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, തീ കൊണ്ടുള്ള സ്നാനവും ആത്മസ്നാനവും ഒന്നല്ല. ഇന്ന് പല ആൾക്കാരും ബാപ്റ്റിസം ഓഫ് ഫയർ എന്നും ഒക്കെ പറയുമ്പോഴത്തേന് ഈ ഫയർ എന്നൊന്നും പറയുന്നൊന്നും വേദപുസ്തകത്തിന്റെ ഭാഷയിലുള്ള ഫയർ ഒന്നും അല്ല. അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഫയർ ഈസ് എ സിംബൽ ഓഫ് ജഡ്ജ്മെന്റ്. ഒരു ജഡ്ജ്മെന്റിന്റെ സിംബലാണ്. പോകട്ടെ, ഞാൻ അതിനെ വിശദീകരിച്ച് പോകാനുള്ള വേദി അല്ലല്ലോ. ഇന്നും നാളെയും മാത്രമാണ് ഈ ക്ലാസ്സുകൾ എനിക്ക് സബ്സ്റ്റൻഷ്യേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒന്നാമത് യോഹന്നാൻ സ്നാപകന്റെ സ്നാനം, രണ്ടാമത് യേശുക്രിസ്തു നൽകുന്നെന്ന് ഇതൊരു പ്രവചനമാണ്. ആ പ്രവചനാത്മകമായി പറയുന്ന സ്നാനം പരിശുദ്ധാത്മ സ്നാനവും അതുപോലെ തന്നെ അഗ്നിസ്നാനം. പിന്നീട് നാലാമത് നമ്മൾ വരുന്നത്, അല്ലെങ്കിൽ മൂന്നാമത് വരുന്നത്, ഈ അധ്യായത്തിന്റെ ഓർഡറിൽ മൂന്നാമത് വരുന്നത് യേശു കഴിക്കുന്ന സ്നാനം, യേശു ഏൽക്കുന്ന സ്നാനം. യേശു കഴിപ്പിക്കുന്ന സ്നാനമല്ല, യേശു ഏൽക്കുന്ന സ്നാനം. യേശുവിന്റെ സ്നാനം. എന്താണ് യേശുവിന്റെ സ്നാനം? യേശുവിന്റെ സ്നാനവും നമ്മൾ ഏൽക്കുന്ന സ്നാനമല്ല. യേശുവിന്റെ സ്നാനം എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ മത്തായി സുവിശേഷത്തിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് പോകണം. 1-2 മിനിറ്റുകൾ മത്തായി സുവിശേഷത്തിലേക്ക് അത് പോകണം. നമുക്കറിയാം, 3-ാമത്തെ അധ്യായം, മത്തായിയുടെ സുവിശേഷം ചാപ്റ്റർ 3, 3-ാമത്തെ അധ്യായം, അതിന്റെ 13-ാമത്തെ വാക്യം. ആരെങ്കിലും ഒന്നെടുത്ത് വായിച്ചു തന്നാൽ നന്നായിരിക്കും. എനിക്കൊരു ചെറിയ ബ്രേക്ക് കിട്ടും. മാത്രമല്ല നമ്മുടെ കമ്മ്യൂണിക്കേഷനും പരസ്പരം ശരിയാണോ എന്ന് അറിയാൻ. കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഫ് യു ഗോ ഓൺ വിത്ത് ഇംഗ്ലീഷ്, നോ പ്രോബ്ലം. ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഏത് ഭാഷയിലും വായിക്കുന്നു. അനന്തരം യേശു യോഹന്നാന് സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ കരെ അവന്റെ അടുക്കൽ വന്നു. ഓക്കെ. യോഹന്നാനും അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് ഉത്തരം പറഞ്ഞു. മതി. ഇവിടെ ഒരു കാര്യമുണ്ട്. യോഹന്നാന്റെ സ്നാനം എന്താണ്? ആ 3-ാം അധ്യായത്തിൽ തന്നെ അതിന്റെ ആദ്യത്തെ വാക്യങ്ങൾ മുതൽ നമ്മൾ വായിച്ചു വരുമ്പോൾ, പ്രത്യേകിച്ച് 5-ാമത്തെ വാക്യം, വേഴ്സ് 5, ചാപ്റ്റർ 3 വേഴ്സ് 5, അന്ന് യെരൂശലേമിലും യഹൂദ്യ ദേശക്കാരൊക്കെയും യോർദാന്റെ ഇരുകരയുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവന്റെ അടുക്കൽ ചെന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു.
തന്റെ സ്നാനത്തിനായി പരീശരിലും സദൂക്യരിലും ചിലർ വരുന്നത് കണ്ടാറെ അവൻ അവരോട് പറഞ്ഞത്, സത്യസന്ധതയോടെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞു പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചതാ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. താഴേക്ക് നമ്മൾ വായിച്ചു വരുമ്പോഴത്തേന് 11-ാമത്തെ വാക്യം, വേഴ്സ് 11, 11-ാമത്തെ വാക്യം, ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേ ഉള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനെ എന്നേക്കാൾ ബലവാനാകുന്നു, അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും. മുമ്പേ ഞാൻ കോട്ട് ചെയ്ത വാക്യം അതാണ്. ഇങ്ങനെ പരിശുദ്ധാത്മാവിലും തീയിലും. പോകട്ടെ, ഞാൻ പറയുന്നത് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത്, അപ്പോൾ ഇവിടെ ഒരു കാര്യം, യോഹന്നാൻ ആരെയാണ് സ്നാനപ്പെടുത്തിയത്? വളരെ വ്യക്തമാണ്. വെരി എവിഡന്റ് ഫ്രം ദ കോണ്ടെക്സ്റ്റ്. ആ കോണ്ടെക്സ്റ്റ് വളരെ വ്യക്തമാണ്. യോഹന്നാൻ പ്രസംഗിച്ചു. യോഹന്നാൻ പ്രസംഗിച്ചത് പാപത്തെക്കുറിച്ച്, കർത്താവിന്റെ വഴിയൊരുക്കുന്നതിനെ കുറിച്ച്. തന്റെ യോഹന്നാന്റെ പ്രസംഗം കേട്ടപ്പോൾ ആ പ്രസംഗം കേട്ട ആളുകൾ അവരുടെ പാപത്തെ കുറിച്ച് അവർക്ക് ബോധ്യമുണ്ടായി. They were convinced about the need of a confession. ഒരു കൺഫെഷനെ കുറിച്ച്, പാപങ്ങളെ ഏറ്റുപറയുന്നതിനെ കുറിച്ച്, മാനസാന്തരപ്പെടുന്നതിനെ കുറിച്ച് അവർക്കൊരു ബോധ്യമുണ്ടായി. അവർ മാനസാന്തരത്തിലേക്ക് തന്നു. അപ്പോൾ അങ്ങനെ മാനസാന്തരപ്പെട്ട ആളുകൾ, ഈ യോഹന്നാന്റെ സ്നാനം എങ്ങനെയായിരുന്നെന്ന് നമ്മളൊന്ന് ഭാവനയിൽ കണ്ടാൽ, നമ്മൾ ഇന്ന് ചെയ്യുന്നത് പോലെ ഒരു സ്നാപകൻ ഇറങ്ങി നിൽക്കുകയും സ്നാനാർത്ഥി പുറകെ ഇറങ്ങി ചെല്ലുകയും ആ കൈക്കീഴില് ഓരോരുത്തരെ ഇങ്ങനെ സ്നാനപ്പെടുത്തി വിടുക, അങ്ങനെ ഒരു പിക്ചർ സങ്കല്പിക്കുന്നതിനേക്കാൾ ഉപരി യോഹന്നാന്റെ പുൾപിറ്റ് എന്ന് പറയുന്നത് യോർദാൻ നദിയാണ്. യോഹന്നാൻ സ്നാനപ്പെടുത്തുന്നത് യോഹന്നാൻ നിന്ന് പ്രസംഗിക്കുന്ന തന്റെ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ യോർദാൻ നദിയാണ്. ആ യോർദാൻ നദിയിൽ നിന്ന് യോഹന്നാൻ പ്രസംഗിക്കും. അങ്ങനെ യോർദാൻ അവിടെ ഒന്ന് പ്രസംഗിക്കുമ്പോൾ കേൾവിക്കാരെല്ലാം കരയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആർക്കൊക്കെ പാപബോധം ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഈ യോഹന്നാൻ, പാപബോധം എന്ന് പറയുന്നതും പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന അർത്ഥമല്ല. ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണ്, കാരണം അദ്ദേഹം പ്രസംഗിക്കുന്നത് യഹൂദന്മാരോടാണ്. ഇദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണ്, നമ്മുടെ പാപങ്ങൾ നമ്മൾ മാനസാന്തരപ്പെടണം എന്ന് അവർക്ക് ബോധ്യമുണ്ടായാൽ അവരുടെ പാപങ്ങളെ ക്ഷമിച്ചു കിട്ടേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് മാനസാന്തരപ്പെടുന്നു എന്നുള്ള അതിന്റെ തെളിവായി, അതിന്റെ ഒരു എവിഡൻസ് ആയി യോഹന്നാൻ പറയും. അവരോട് പറയുന്ന അടുത്തൊരു വാചകമുണ്ട്, നിങ്ങൾ എന്റെ പ്രസംഗം കേട്ടിട്ട് നിങ്ങൾക്ക് മാനസാന്തരപ്പെടണമെന്നുണ്ടെങ്കിൽ, ഈ പാപങ്ങളെ നിങ്ങൾക്ക് വിടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, യു ക്യാൻ കം ഡൗൺ, നിങ്ങൾക്ക് ഇറങ്ങി താഴേക്ക് വരാം, നിങ്ങൾക്ക് ഈ നദിയിലേക്ക് ഇറങ്ങി വരാം. അങ്ങനെ ആ നദിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ ഒരു നാമമില്ല, നമ്മൾ പറയുന്ന പോലെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമമൊന്നുമില്ല. ആസ് എൻ എവിഡൻസ്, ആസ് എ ടോക്കൺ ഓഫ് their confession that they are appropriating the message of John the Baptist. യോഹന്നാൻ സ്നാപകന്റെ ഈ പ്രസംഗം അവർ അംഗീകരിക്കുന്നു, അദ്ദേഹം പറഞ്ഞ ഈ കാര്യങ്ങൾ അവർ അംഗീകരിക്കുന്നു എന്നുള്ള തെളിവായി അവർ യോഹന്നാൻ സ്നാപകന്റെ മുൻപിൽ വന്ന് ഈ യോർദാൻ നദിയിൽ അവർ പൊങ്ങി കരയിലേക്ക് പോകും. ഇതാണ് യോഹന്നാന്റെ സ്നാനത്തിന്റെ ഒരു പ്രോസസ് എന്ന് പറയുന്നത്. അങ്ങനെ ആളുകൾ, പരീശന്മാരും സദൂക്യരും ഒക്കെ വന്ന്, ധാരാളം ആളുകൾ വന്ന് സ്നാനമേറ്റ് പോകുമ്പോഴാണ് ആ കൂട്ടത്തിൽ യേശുവും സ്നാനമേൽക്കാനായിട്ട് വരുന്നത്. അപ്പോൾ യോഹന്നാൻ വിലക്കുകയാണ്. കാരണം യോഹന്നാൻ പറയുകയാണ്, അനന്തരം യേശു യോഹന്നാനെ സ്നാനമേൽക്കുവാൻ ഗലീലിൽ നിന്ന് യോർദാന്റെ കരയിൽ അടുക്കൽ വന്നിട്ട് യോഹന്നാനോ അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കേണ്ടത് എനിക്ക് ആവശ്യം, പിന്നെ എന്റെ അടുക്കൽ നീ വരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എന്താ യേശു അവനോട് പറയുന്നത്? ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമാകും. ഞാൻ പറഞ്ഞു വരുന്നത്, യോഹന്നാൻ കഴിപ്പിച്ചത് മാനസാന്തര സ്നാനമാണ് എന്ന് പറഞ്ഞാൽ, he asked the people to get baptism, to be baptized. ആരോടാണ് സ്നാനപ്പെടാനായിട്ട് താൻ ആവശ്യപ്പെട്ടത്, അല്ലെങ്കിൽ ആരെയാണ് സ്നാനം കഴിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ, മാനസാന്തരം ആവശ്യമുള്ളവരെ, പാപബോധം ഉണ്ടായവരെ. യോഹന്നാന്റെ പ്രസംഗം കേട്ടിട്ട് ആ പ്രസംഗത്തിനോട് പ്രതികരിച്ച ആളുകളെ, അവരെയാണ് സ്നാനം കഴിപ്പിച്ചത്. അങ്ങനെയെങ്കിൽ യേശുവിന് ആ സ്നാനം ഏൽക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ, ഈ മാനസാന്തര സ്നാനം, ബാപ്റ്റിസം ഓഫ് റിപ്പൻഡൻസ്, അതാണ് യോഹന്നാന്റെ സ്നാനം. ആ സ്നാനം ഏൽക്കേണ്ട ആവശ്യം യേശുവിനില്ല. കാരണം നമുക്കറിയാം, അവനിൽ പാപമില്ല, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ പാപം അറിഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ പിന്നീട് മറ്റുള്ള ലേഖനങ്ങളിൽ നമ്മൾ വായിക്കുന്നു. He committed no sin. He knew no sin. In him there was no sin. അപ്പോൾ പാപമില്ലാത്തവൻ, പാപം ചെയ്തിട്ടില്ലാത്തവൻ, പാപം അറിഞ്ഞിട്ടില്ലാത്തവൻ ആ സ്നാനം ഏൽക്കേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഇത് യോഹന്നാൻ സ്നാപകന്റെ കീഴിലാണ് യേശു സ്നാനമേറ്റതെങ്കിലും യോഹന്നാൻ സ്നാപകൻ മറ്റുള്ളവരെ സ്നാനപ്പെടുത്തിയതുപോലെയുള്ള
ഒരു സ്നാനമല്ല യേശു ഏറ്റത്. So this baptism is different. ഞാൻ യോഹന്നാൻ സ്നാപകന്റെ കീഴിലുള്ള സ്നാനത്തിന് ഒരു ടൈറ്റിൽ കൊടുത്താൽ ബാപ്റ്റിസം ഓഫ് റിപ്പന്റൻസ്, മാനസാന്തര സ്നാനം. അതാണ് യോഹന്നാൻ സ്നാപകന്റെ സ്നാനം. എന്നാൽ യേശു ഏറ്റ സ്നാനം മാനസാന്തര സ്നാനമല്ല. യോഹന്നാൻ തന്നെ വിലക്കുകയാണ്, നിനക്ക് ഈ സ്നാനത്തിന്റെ ആവശ്യമില്ല. പിന്നെ എന്തിനാ യോഹന്നാന്റെ കീഴിൽ യേശു സ്നാനമേറ്റത്? പറയാം. മറ്റുള്ളവർ പാപത്തിൽ ജീവിച്ചതുകൊണ്ടും അവരുടെ പാപത്തെക്കുറിച്ച് അവർക്ക് ബോധ്യം വന്നതുകൊണ്ടും ആ പാപത്തിൽ നിന്നുള്ള മാനസാന്തരത്തിനായിട്ടുമാണ് മറ്റുള്ളവർ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റത്. നമ്മൾ വീണ്ടും വായിച്ചു വരുമ്പോൾ, ഞാൻ പിന്നീടുള്ള ക്ലാസ്സിൽ അത് ഞാൻ വ്യക്തമാക്കാം. സ്നാനം ഒരു ഐഡന്റിഫിക്കേഷൻ, സ്നാനം ഒരു താതാത്മ്യപ്പെടലാണ്. എന്താ നമുക്കറിയാം, റോമാലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണ, അടക്ക, പുനരുത്ഥാനങ്ങളോട് ഐഡന്റിഫൈ ചെയ്യുന്ന, ഏകീഭവിക്കുന്ന, ഒന്നായിത്തീരുന്ന, അതിനെ അപ്രോപ്രിയേറ്റ് ചെയ്യുന്ന യേശുവിന്റെ മരണം എന്റെ മരണമായി, യേശുവിന്റെ അടക്കം എന്റെ അടക്കമായി, യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്റെ പുതുജീവനത്തിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പായി ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ ആ മരണത്തോടും അടക്കത്തോടും ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് എന്റെ സ്നാനം. കാരണം ഞാൻ പാപിയ. അതുകൊണ്ട് എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കർത്താവ് മരിച്ചു എന്നുള്ള അത് ഞാൻ അംഗീകരിച്ച് അങ്ങനെയാണ് ഞാൻ സ്നാനപ്പെടുന്നത്. പക്ഷെ കർത്താവിന്റെ സ്നാനമോ, ഞാൻ ഇപ്പോൾ ഒരു വാചകം പറഞ്ഞ് മുൻപോട്ട് പോവുകയാണ്. ഇഫ് our baptism is an identification to his death, his burial and his resurrection, his baptism under John the Baptist is an identification to our sin, to our humanity, to our nature, to who we are and what we are. എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയാം, നമ്മോട് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവരും അവനെ പോലെ ജഡരക്തം ധരിച്ചവനായി ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ പാപികളായ നമ്മോട് പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഭൂമിയിലേക്ക് വന്ന ക്രിസ്തു താതാത്മ്യപ്പെടുന്ന, ഏകീഭവിക്കുന്ന മനുഷ്യനോട് അവൻ ഏകീഭവിക്കുന്നതാണ് അവന്റെ സ്നാനം. ആരുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണോ അവൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്, ആ പാപികളോട് അവന് മാനസാന്തരത്തിന്റെ ആവശ്യമില്ല, അവന് പാപബോധത്തിന്റെ ആവശ്യമില്ലെങ്കിലും പാപികൾക്ക് വേണ്ടി അവൻ he is taking us in the in our place, coming, he is taking our place. നമ്മുടെ സ്ഥാനം അവൻ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യേശുവിന്റെ സ്നാനം, it's an identification to our humanity, it's an identification to our sinfulness. നമ്മുടെ സ്നാനം പാപികൾക്ക് വേണ്ടി അവൻ ഏകീഭവിക്കുന്നതാണ് യേശുവിന്റെ സ്നാനമെങ്കിൽ, പാപത്തിന് വേണ്ടി നമുക്ക് വേണ്ടി മരിച്ചവനോട് നമ്മൾ ഏകീഭവിക്കുന്നതാണ് നമ്മുടെ സ്നാനം. അത് ഞാൻ കൂടുതൽ വിശദമായി നമ്മുടെ സ്നാനത്തിലേക്ക് പോകുമ്പോൾ ഞാൻ പറയാം. ഈ 3 സ്നാനങ്ങൾ അല്ലെങ്കിൽ 4 സ്നാനങ്ങൾ, ഇത് 4 വ്യത്യസ്തമാണ്. യോഹന്നാൻ സ്നാപകൻ കഴിപ്പിച്ച സ്നാനം, പിന്നെ കർത്താവ് കഴിപ്പിക്കുന്നു എന്ന് പറയുന്ന പരിശുദ്ധാത്മ സ്നാനവും അഗ്നിസ്നാനവും, അതുപോലെ തന്നെ നമ്പർ 4 4ാമത് ഞാൻ പറഞ്ഞ യേശു കഴിക്കുന്ന സ്നാനവും. ഈ 4 സ്നാനവുമല്ല നമ്മൾ ഏൽക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ ഏൽക്കാൻ പോകുന്ന സ്നാനം ഏതാ? അല്ലെങ്കിൽ നമ്മൾ ഏറ്റ സ്നാനം ഏതാ? ആ സ്നാനമാണ് മത്തായി സുവിശേഷം 28-ാം അധ്യായത്തില് ഞാൻ വായിച്ചു തുടങ്ങിയത്. എന്ന് പറഞ്ഞ ആ സ്നാനമാണ് നമ്മൾ ഏറ്റിരിക്കുന്നത്, അല്ലെങ്കിൽ എന്റെ മുൻപിൽ ആരെങ്കിലും ഏൽക്കാനുണ്ടെങ്കിൽ, ഒരുങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ അവർ ഏൽക്കുവാനായിട്ട് പോകുന്നു. So you are not going to take John's baptism, which is the baptism of repentance, but repentance is needed here, that is totally different. You are not going to take the baptism which Jesus took. യേശു പറഞ്ഞ സ്നാനമല്ല നിങ്ങൾ എടുത്ത സ്നാനമല്ല നിങ്ങൾ എടുക്കാൻ പോകുന്നത്. You are going to take, or we have already taken, the baptism which Jesus asked his disciples to give. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് നൽകുവാൻ പറഞ്ഞ, അല്ലെങ്കിൽ ചെയ്യുവാൻ പറഞ്ഞ ആ സ്നാനമാണ്. ഇനി ഞാൻ മടങ്ങി ആ വാക്യത്തിലേക്ക് വരികയാണ്. അതായത് ആ വാക്യത്തിൽ വരികയല്ല, ആ വാക്യത്തിൽ നിന്ന് ആരംഭിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തില് നമ്മുടെ കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഉള്ള ഏറ്റവും അവസാനത്തെ ഈ ഭൂമിയിൽ വെച്ചുള്ള കർത്താവിന്റെ വാക്കുകൾ, കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്യുകയാണ്, അല്ലെ? നമ്മള് ഇവിടെ എങ്ങനെയാണ് വായിക്കുന്നത്? കർത്താവിന്റെ സ്വർഗ്ഗാരോഹണത്തോട് 16-ാം വാക്യത്തില് 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. അവർ കണ്ടപ്പോൾ
നമസ്കരിച്ചു, ചിലരോ സംശയിച്ചപ്പോൾ ദിസ് ഈസ് ദ ടൈം ഓഫ് ഹിസ് അസെൻഷൻ. നമ്മുടെ കർത്താവിന്റെ സ്വർഗാരോഹണത്തിന്റെ സമയമായിരിക്കുകയാണ്. അവിടെയാണ് യേശുക്കൾക്ക് നമ്മൾ പറയുന്നല്ലോ, നമുക്കറിയാമല്ലോ ഈ വാക്കുകൾക്ക് നമ്മൾ പറയുന്ന ഗ്രേറ്റ് കമ്മീഷൻ എന്ന നമ്മൾ പറയുന്നല്ലേ, മഹാനിയോഗം, ഒരു വലിയ കമ്മീഷനിങ് അവർക്ക് നൽകുകയാണ്. അതിനാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ പുറപ്പെട്ട് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. സോ ദിസ് ഈസ് ദ ലാസ്റ്റ് കമാൻഡ്, ദ വെരി ലാസ്റ്റ് കമാൻഡ് ഓഫ് ജീസസ് വൈൽ ഹി വാസ് ഓൺ എർത്ത്. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവ് നൽകിയ ഏറ്റവും അവസാനത്തെ കമാൻഡാണ്, ഏറ്റവും അവസാനത്തെ കൽപ്പനയാണ് ഈ കൽപ്പന. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ദിസ് ഈസ് വാട്ട് ജീസസ് സെഡ്. ഇനി ഇത് പറഞ്ഞു യേശു സ്വർഗാരോഹണം ചെയ്യുകയാണ്. പിന്നീടുള്ള യേശുവിന്റെ സംസാരം സ്വർഗത്തിൽ നിന്ന് എന്നാൽ നമുക്കറിയാം പെന്തക്കോസ്ത് നാളിൽ ദൈവസഭ സ്ഥാപിതമായി കഴിഞ്ഞപ്പോൾ why baptism is important and why we give baptism, എന്തുകൊണ്ടാണ് നമ്മൾ സ്നാനം നൽകുന്നത്, അതാണെന്ന് ചെറുതായിട്ട് ഞാൻ ഇനി ചില നിമിഷങ്ങൾ വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, the church is not giving John's baptism, which is the baptism of repentance. Church is not giving the baptism which Jesus took under John the Baptist. രണ്ടുമല്ല കൊടുക്കുന്നത്. യേശുവിന്റെ കമാൻഡ്മെന്റിന്റെ തുടർച്ചയായ സ്നാനമാണ് ദൈവസഭ നൽകുന്നത്. അപ്പൊ യേശുവിന്റെ ഈ ഭൂമിയിലെ ഏറ്റവും അവസാനത്തെ വാക്കുകൾ സ്നാനം കഴിപ്പിക്കണമെന്നും പഠിപ്പിക്കണമെന്നും അങ്ങനെ ആളുകളെ ശിഷ്യരാക്കണമെന്നും. ഇനി സഭയുടെ ആരംഭത്തിലേക്ക് നമ്മൾ വന്നാൽ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായം, അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായം. ആ 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് 37-ാം വാക്യം മുതൽ, ചാപ്റ്റർ 2 വേഴ്സ് 37 ഓൺവേർഡ്സ്. ഒന്ന് വായിക്കാമോ? അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 37 മുതൽ. Now when they heard this, they were cut to the heart. Yeah. And said to Peter and the rest of the apostles, Yeah. Men and brethren, what shall we do? What shall we do? Okay. Then Peter said to them, Yeah. Repent, and let every one of you be baptized in the name of that's enough. Okay. Repent and be baptized. Repent and be baptized. Look at that. I read in Malayalam. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഇതാണ് അപ്പോസ്തലൻ പറയുന്നത്. verse 41, 41-ാമത്തെ വാക്യത്തില് അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. ഈ വാക്യങ്ങൾ നമുക്ക് വളരെ പരിചയം. പക്ഷെ ഈ മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിലെ വാക്യവും ഈ വാക്യവും നിങ്ങളൊന്ന് കണക്ട് ചെയ്യണം. നമുക്കറിയാം, നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ മാത്യു ചാപ്റ്റർ 28-ലെ 18, 19, 20, 18, 19, 20 വാക്യങ്ങളും ഈ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ ഈ വാക്യവും തമ്മിൽ ഒത്തിരി അകലവും. അതിനിടയിൽ ബൈബിളിലെ കാര്യം പറഞ്ഞാൽ മർക്കോസിന്റെ സുവിശേഷമുണ്ട്, ലൂക്കോസിന്റെ സുവിശേഷമുണ്ട്, യോഹന്നാന്റെ സുവിശേഷമുണ്ട്. ഇങ്ങനെ 3 പുസ്തകങ്ങളുടെ അന്തരം ഇതിനിടയിലുണ്ട്. There is a huge distance between these 2 verses, but chronologically there is not that much distance. കാലക്രമത്തിൽ പറഞ്ഞാൽ ഈ മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ യേശു പറയുന്നതും അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ പത്രോസ് പറയുന്നതും തമ്മിൽ 10 ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ. ഓൺലി 10 days ഡിഫറൻസ്. കാരണം നമുക്കറിയാം, കർത്താവ് പുനരുത്ഥാനത്തിന് ശേഷം 40-ാമത്തെ ദിവസമാണ് കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നത്. ആഫ്റ്റർ ദ ഡേ ഓഫ് റിസറക്ഷൻ ജീസസ് ascended on the 40th day. And this is what happening on the 50th day. That means the day of Pentecost. Pentecost means 50th. 50-ാമത്തെ ദിവസമാണ് സംഭവിക്കുന്നത്. That means only 10 days difference, a little more than a week.
ഒരു ആഴ്ചയേക്കാൾ അല്പം കൂടെ കൂടുതൽ. അപ്പൊ 10 ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ ഈ 2 വാക്യങ്ങൾക്കിടയിൽ. മാത്രമല്ല ഒരു കാര്യം കൂടെയുണ്ട്. മത്തായി സുവിശേഷത്തിലെ വാക്യം നമ്മുടെ കർത്താവിന്റെ ഈ ഭൂമിയിലെ ഏറ്റവും അവസാനത്തെ വാക്കുകളാണ്. ഏറ്റവും അവസാനത്തെ വാക്കുകൾ. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിലെ പത്രോസിന്റെ വാക്കുകൾ സഭയുടെ ലോകത്തോടുള്ള ആദ്യത്തെ വാക്കുകൾ. Praise the Lord. I hope you could understand. What Matthew chapter 28 tells us is the very last earthly words of Jesus. Risen Jesus, just before his ascension. That was the very last words to the disciples. ശിഷ്യന്മാരോടുള്ള കർത്താവിന്റെ ഏറ്റവും അവസാനത്തെ വാക്കുകളാണ് മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിലെ വാക്കുകൾ. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ദൈവസഭ സ്ഥാപിതമാകുന്നു. പെന്തക്കോസ്ത് നാളിൽ the church began on the day of Pentecost. The church is instituted, established. The church is born. ദൈവസഭ സംജാതമായി. ദൈവസഭയുടെ ആദ്യത്തെ പ്രസംഗം ചെയ്യുകയാണ്. The first preacher of the church is delivering the first sermon. ദൈവസഭയുടെ ആദ്യത്തെ പ്രസംഗം ചെയ്യുകയാണ്. And what we read here is ആളുകളുടെ റെസ്പോൺസാണ്. പ്രസംഗം 14-ാമത്തെ വാക്യം മുതൽ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, അല്ലെങ്കിൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ആ പ്രസംഗം കേട്ടിട്ട് ആളുകൾക്ക് ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് അവര് ചോദിക്കാണ്, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? വാട്ട് ഷാൽ വി ഡു? അതിന് പത്രോസ് പറയുന്നതിനാണെന്നറിയാമോ? എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചപ്പോൾ പത്രോസിന്റെ ഇമ്മീഡിയറ്റ് ആയ ആൻസർ 2 വെർബുകളിൽ ഒതുക്കുകയാണ്. 2 വാക്കുകളിൽ നമുക്ക് ഒതുക്കാൻ പറ്റും. റിപ്പന്റ് ആൻഡ് ബി ബാപ്റ്റൈസ്ഡ്. മാനസാന്തരപ്പെടുക, സ്നാനമേൽക്കുക. അപ്പൊ നോക്കിക്കേ, യേശുവിന്റെ അവസാനത്തെ വാക്ക് ഭൂമിയിൽ നിങ്ങൾ സ്നാനപ്പെടുത്തി ശിഷ്യരാക്കണമെന്ന. അപ്പോസ്തലന്മാർ 11 എഴുന്നേറ്റ് നിന്ന് പത്രോസ് പ്രസംഗിക്കുമ്പോൾ മറ്റ് 11 അപ്പോസ്തലന്മാരോട് ഒരുമിച്ച് ചേർന്ന് നിന്ന് പ്രസംഗിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് ഈ ആളുകൾ ചോദിക്കുന്ന ചോദ്യത്തിന് കൊടുക്കുന്ന മറുപടി, repent and be baptized. What I want to tell you is that why baptism is so important. മറ്റു ഉപദേശങ്ങളൊക്കെ മറ്റു ഭാഗങ്ങളൊക്കെ മാറ്റിവെച്ചുകൊള്ളുക. മറ്റൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. മറ്റു ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം. എന്നാൽ ഏറ്റവും പ്രധാനം, why baptism is so important. The first answer is that baptism is the last command of Jesus, and it is the first exhortation of the church. It's the first, the sermon of the demand of the church. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഏറ്റവും അവസാനത്തെ കൽപ്പനയും ദൈവസഭയുടെ അല്ലെങ്കിൽ അപ്പോസ്തലന്റെ ആദ്യത്തെ ആഹ്വാനവും സ്നാനമേൽക്കാൻ വേണ്ടിയുള്ളതാണ്. നമ്മളായിരുന്നെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. സ്നാനമേൽക്കുന്നതിനെ കുറിച്ച് അതിന് മുൻപ് നമ്മൾ പല കാര്യങ്ങൾ പറയും. പക്ഷെ അപ്പോസ്തലൻ നോ സെക്കൻഡ് തോട്ട്, മറ്റൊരു സെക്കൻഡ് തോട്ട് ഇല്ല. വാട്ട് ഷാൽ വി ഡു? Repent and be baptized. Repent ചെയ്യുക, സ്നാനമേൽക്കുക. ഇത് രണ്ടുമാണ് പറയുന്നത്. What is happening next? അടുത്ത വാക്യം നമ്മൾ വായിക്കുന്നത്, അന്ന് അവർ സ്നാനമേറ്റു എന്നാണ് വായിക്കുന്നത്. അന്ന് അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ ദൈവസഭയോട് ചേർന്നു. അപ്പൊ യോഗം കൂടിയവരെല്ലാം സഭയോട് ചേർന്നില്ല. ചർച്ചയിൽ വന്നവരെല്ലാം സഭയോട് ചേർന്നില്ല. കാഴ്ചക്കാരെല്ലാം സഭയോട് ചേർന്നു. Only those who got baptized. That is why I told you baptism is the ordinance or is the institution by which a person is being initiated into the church of Jesus, the church of the Lord. ദൈവസഭയോട് കർത്താവിന്റെ സഭയോട് യേശുവിന്റെ സഭയോട് ഒരു വ്യക്തി ഇനിഷ്യേറ്റ് ചെയ്യപ്പെടുന്ന, സഭയുടെ അംഗമായി തീരുന്ന
ഒറ്റ കാര്യമേ വേദപുസ്തകത്തിലുള്ളൂ, അത് സ്നാനമാണ്. അപ്പൊ സ്നാനപ്പെടാത്തവരോ? ആൻസർ ഈസ് എവിഡന്റ്. Answer is so evident. If you are not baptized, where are you? You may be in the membership of some church. ഇവിടെയുള്ള ഏതെങ്കിലും സഭയുടെ മെമ്പർഷിപ്പ് നിങ്ങൾ കാണുമായിരിക്കും. ഞാൻ പറയുന്ന വേദപുസ്തകമാണ് പറയുന്നത്, ബൈബിൾ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. So the baptism is the only ordinance through which a person is being initiated in the church. Because യേശുവിന്റെ ഏറ്റവും അവസാന കൽപ്പന നിങ്ങൾ സ്നാനപ്പെടുത്തി ഉപദേശിച്ച ശിഷ്യരാക്കുക. പല ആളുകളും വിചാരിച്ചിരിക്കുന്ന സ്നാനമേറ്റാൽ പിന്നെ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചാൽ എല്ലാമായി എന്നുള്ളതാണ്. ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്. ദാറ്റ് ഇസ് ജസ്റ്റ് എ ബിഗിനിങ്. അതൊരു ആരംഭം മാത്രമാണ്. അത് അവസാനമല്ല. അത് നിങ്ങളുടെ ഒരു വലിയ യാത്രയ്ക്കുള്ള നിങ്ങളുടെ പുറപ്പാട് മാത്രമാണ്. ഇറ്റ്സ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അത് മാത്രമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് യേശുവിന്റെ ഈ ഭൂമിയിലെ ഏറ്റവും അവസാനത്തെ വാക്കുകൾ ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾ പുറപ്പെട്ടു പോയി സ്നാനപ്പെടുത്തി പഠിപ്പിച്ച് ശിഷ്യന്മാരെ ഉളവാക്കുക. ഇത് രണ്ടും കൂടാതെ ഒരാൾക്ക് ശിഷ്യനായിരിക്കാൻ പറ്റത്തില്ലെന്നാണ്. വിതൗട്ട് ഗെറ്റിംഗ് ബാപ്റ്റൈസ്ഡ്, വിതൗട്ട് being taught, without getting the teaching, ഇത് രണ്ടും ഒരുപോലെ നമുക്കറിയാം. ബാപ്റ്റിസം ഒരു ദിവസത്തിൽ സംഭവിക്കുന്നതിനാൽ ടീച്ചിങ് പല ദിവസങ്ങളിൽ സംഭവിക്കണം, പല കാലങ്ങളിൽ സംഭവിക്കണം, ദീർഘകാലങ്ങളിൽ സംഭവിക്കണം, ജീവിതകാലം മുഴുവൻ സംഭവിക്കേണ്ടത്. ഈ ഭാഗം തന്നെ വായിച്ചു വരുമ്പോൾ നമ്മൾ താഴെ വായിക്കുന്ന 42-ാം വാക്യത്തില്, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പോസ്തലന്മാർ ഉപദേശം കേൾക്കുന്ന ഒരു റെഗുലർ ഇവന്റ് ആയിട്ടാണ് തീരുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മുടെ ചർച്ചകളിൽ ഈ കുറച്ച് ഉപവാസ പ്രാർത്ഥനയൊക്കെ നിർത്തിയാലും കുഴപ്പമൊന്നുമില്ല. കൺവെൻഷൻസ് ഒക്കെ നിർത്തി കുറച്ച് നാളായില്ലേ, സംഭവിച്ചില്ലല്ലോ. പ്രത്യേകിച്ചും ദോഷമൊന്നും ഉണ്ടായാലും ഒത്തിരി ഗുണവും ഉണ്ടായത്. കാരണം കുറെ ദുരുപദേശങ്ങൾ കേൾക്കുന്നെങ്കിലും മാറിക്കിട്ടി. പക്ഷെ ഇപ്പൊ ചില ആൾക്കാർ ഈ സൂമിലൊക്കെ ഇരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ ബൈബിൾ ക്ലാസ്സുകൾ, ദൈവവചന പഠനമാണ് ആവശ്യമായിരിക്കുന്നത്. നിങ്ങൾ ഒരു കരിയർ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രൊഫഷണലി ആരെങ്കിലും ആയി തീർന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മറ്റേ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ, അവിടെ നിങ്ങളെ തുണച്ചത് നിങ്ങളുടെ വിദ്യാഭ്യാസമാണ്, നിങ്ങൾക്ക് ലഭിച്ച ശിക്ഷണമാണ്, ടീച്ചിങ് ആണ് തുണച്ചത്. ക്രിസ്തീയ ജീവിതത്തിൽ അത് തന്നെയാണ്. ക്രിസ്തീയ ജീവിതത്തിലും വളരെ വളരെ അത്യന്താപേക്ഷിതമാണ് ദൈവവചനം ആധികാരികമായി. ഒരു തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നത് പോലെ പഠിക്കണമെന്നല്ല, പക്ഷേ നമ്മിലുള്ള വിശ്വാസത്തെ കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ടായിരിക്കും. അത് ഏറ്റവും അത്യാവശ്യമാണ്. സോ ലെറ്റ് മീ കം ബാക്ക്. ഞാൻ പറഞ്ഞ അപ്പോൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തില് ദൈവ സംജാതമായ അന്ന് ആദ്യത്തെ പ്രസംഗത്തിന് എഴുന്നേറ്റ് നിൽക്കുകയാണ്. Chapter 2, the sermon, the preaching that you read is the first preaching of the first preacher in the church. സഭയിലെ ആദ്യത്തെ പ്രസംഗകന്റെ ആദ്യത്തെ പ്രസംഗത്തിന്റെ റെസ്പോൺസ് എന്താ? Repent and be baptized. So how important it is. എത്ര വലുതാണ് യേശുവിന്റെ അവസാനത്തെ കൽപ്പനയും, യേശുവിന്റെ ഏറ്റവും അവസാനത്തെ കൽപ്പന. അതോടൊപ്പം തന്നെ ദൈവസഭയുടെ ആദ്യത്തെ ആവശ്യവും ജനത്തോടുള്ള ആവശ്യവും എന്തെന്ന് ചോദിച്ചാൽ സ്നാനമേൽക്കുക, സ്നാനപ്പെടുക. ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനിയും ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിലൂടെ നമുക്ക് വേഗം ഒന്ന് സഞ്ചരിക്കാം. അപ്പോസ്തല പ്രവർത്തി, ഹൗ ഇമ്പോർട്ടന്റ്. ഞാൻ ആ വാക്യങ്ങളിലേക്ക് ഒന്നുകൂടെ ഒന്ന് മടങ്ങി വരാം. എങ്കിലും അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിൽ സ്നാനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില ഭാഗങ്ങൾ, 2-ാമത്തെ അധ്യായം കഴിഞ്ഞു. 8-ാമത്തെ അധ്യായത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ അവിടെ മാത്രമല്ല നമ്മൾ കാണുന്നതെങ്കിലും 8-ാമത്തെ അധ്യായം അതിന്റെ 12ഉം 13ഉം വാക്യങ്ങളിൽ സഭയുടെ ആദ്യത്തെ പ്രസംഗകന്റെ ആദ്യത്തെ ആവശ്യം സ്നാനപ്പെടുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു 8-ാമത്തെ അധ്യായം അതിന്റെ 12ഉം 13ഉം വാക്യങ്ങൾ. എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. വീണ്ടും വാക്യങ്ങൾ വായിച്ചു മാത്രം പോവുകയാണ്.
36, 37, 38 വാക്യങ്ങൾ. അവിടെ ഫിലിപ്പോസും ഷണ്ണനും തമ്മിലുള്ള സംഭാഷണവും അതിനുശേഷമുള്ള കാര്യമാണ് പറയുന്നത്. അവർ ഇങ്ങനെ വഴിപോകയിൽ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധമെന്ന് പറഞ്ഞു. അതിന് ഫിലിപ്പോസ് പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാമെന്ന് പറഞ്ഞു. യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നവൻ ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ തേർനിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിലിറങ്ങി അവൻ അവനെ സ്നാനം കഴിപ്പിച്ചു. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ചാപ്റ്റർ 9, 9-ാമത്തെ അധ്യായം, അതിലെ 18-ാമത്തെ വാക്യം. 9-ാമത്തെ അധ്യായം നമുക്കറിയാം, ശൗലിന്റെ മാനസാന്തരമാണ് നമ്മൾ കാണുന്നത്. അവിടെ വായിക്കുന്നത്, ഉടനെ അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പോൾ പോലെ വീണു, കാഴ്ച ലഭിച്ചു, അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. വാക്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടും എന്റെ മുമ്പിലിരിക്കുന്ന എനിക്കറിയാം 100% ആളുകളും വേദപുസ്തകം നന്നായി പരിചയമുള്ളവരായതുകൊണ്ടുമാണ് ഞാൻ വാക്യങ്ങൾ മാത്രം തൽക്കാലം പറഞ്ഞു വിടുന്നത്. മാത്രമല്ല 2 ക്ലാസ്സുകളാണ് ഇതിന് ലഭിക്കുന്നത്. അതുകൊണ്ട് 2 ക്ലാസ്സുകൾ കൊണ്ട് ഞാൻ ഇൻട്രൊഡക്ഷൻ മാത്രം പറഞ്ഞു പോയാൽ മതി പോരല്ലോ. 10-ാമത്തെ അധ്യായം, ചാപ്റ്റർ 10, 10-ാമത്തെ അധ്യായം 47, 48 വാക്യങ്ങൾ. നമ്മെ പോലെ പരിശുദ്ധാത്മാവിനെ വെച്ച് ഇവരെ സ്നാനം കഴിപ്പിച്ചുകൂടാതെ വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും എന്ന് കൽപ്പിച്ചു എന്ന് പറഞ്ഞു. പത്രോസ് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ കൽപ്പിച്ചു. കൊർന്നലിയോസിന്റെ ഭവനത്തിലെ കാര്യമാണ് പറയുന്നത്. വീണ്ടും ചാപ്റ്റർ 16, 16-ാമത്തെ അധ്യായം, അതിന്റെ 14, 15 വാക്യങ്ങൾ, വേഴ്സസ് 14 and 15. ലുദിയയെ കുറിച്ച് പറയുന്നത്, തുയത്തീര പട്ടണക്കാരത്തിൽ രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്ന പേരുള്ള ദൈവഭക്തയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അവളും കുടുംബവും സ്നാനമേറ്റു. സെയിം ചാപ്റ്റർ 16, verse 31 to 33, 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് അവർ പറഞ്ഞു. കാരാഗ്രഹ പ്രമാണിയുമായിട്ടുള്ള എൻകൗണ്ടറാണ്. പിന്നെ അവർ കർത്താവിന്റെ വചനം അവരോടും അവന്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ട് പോയി അവരുടെ മുറിവുകളെ കഴുകി താനും എല്ലാവരും താമസിയാതെ സ്നാനമേറ്റു. What a great thing. Chapter 18, verse 18, 18-ാമത്തെ അധ്യായം, 8-ാമത്തെ വാക്യം. പള്ളിപ്രമാണിയായ ക്രിസ്പോസ് തന്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു. കൊരിന്ത്യരിൽ അനേകർ വചനം കേട്ടു, വിശ്വസിച്ചു, സ്നാനം ഏറ്റു. Chapter 19, verses 4 and 5, 4-5 വാക്യങ്ങൾ. അതിന് പൗലോസ് എഫെസോസിലെ കാര്യമാണ് പറയുന്നത്. യോഹന്നാൻ മാനസാന്തര സ്നാനമത്ര കഴിപ്പിച്ച് തന്റെ പിന്നാലെ വരുന്നവനായ യേശു വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു. ഇത് കേട്ടാറെ അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. ചാപ്റ്റർ 22, verse 16, 22-ാം അധ്യായം 16-ാം വാക്യം. പൗലോസ് തന്നെ തന്റെ അനുഭവത്തെ ഒരിക്കൽ കൂടെ വിവരിക്കുകയാണ് ചെയ്യുന്നത്. 22-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. ഇവിടെ നമ്മൾ വായിക്കുന്നത്, ഇനി താമസിക്കുന്നത് എന്ത്? എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളക എന്ന് പറഞ്ഞു. അനന്യാസ് ശൗലിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ പറയുന്നത്. ഞാൻ ഈ വായിച്ച വാക്യങ്ങൾ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ, ഒന്ന് ഞാൻ വായിച്ചത് 2-ാമത്തെ അധ്യായത്തിലാണ് വായിച്ചത്. നമ്മൾ തുടങ്ങിയത് അവിടെ ആദ്യത്തെ സഭയുടെ ആദ്യത്തെ പ്രസംഗം ചെയ്തു. ആ പ്രസംഗത്തിന്റെ എൻഡ് സ്നാനമായിരുന്നു. 8-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചത്, അതിനുശേഷം നമ്മൾ വായിച്ചത് 8-ാമത്തെ അധ്യായത്തിൽ അവിടെ ആദ്യം നമ്മൾ വായിക്കുന്നത് ശമരിയിലെ ആളുകളെല്ലാം സ്നാനമേൽക്കുന്നു. പിന്നീട് നമ്മൾ വായിക്കുന്ന 8-ാമത്തെ അധ്യായത്തിന്റെ 36-ാം വാക്യത്തിൽ വായിക്കുന്ന ഷണ്മൻ സ്നാനമേൽക്കുന്നു. 9-ാമത്തെ അധ്യായത്തിൽ ശൗൽ സ്നാനമേൽക്കുന്നു. 10-ാമത്തെ അധ്യായത്തിൽ കൊർന്നല്യോസ് സ്നാനമേൽക്കുന്നു. 16-ാമത്തെ അധ്യായത്തിൽ ലുദിയ സ്നാനമേൽക്കുന്നു ആദ്യം. പിന്നീട് അതേ അധ്യായത്തിൽ തന്നെ കാരാഗ്രഹ പ്രമാണിയും കുടുംബവും സ്നാനമേൽക്കുന്നു. 18-ാമത്തെ അധ്യായത്തിൽ 19-ാം അധ്യായത്തിൽ എഫെസോസിലുള്ള ആളുകൾ സ്നാനമേൽക്കുന്നു. എഫെസോസിലുള്ള ആളുകൾ 18-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് ക്രിസ്പോസും അവന്റെ കുടുംബവും സ്നാനമേൽക്കുന്നു. 22-ാം അധ്യായത്തിൽ പൗലോസ് തന്റെ സ്നാനത്തെക്കുറിച്ച് വീണ്ടും
ഒരിക്കൽ കൂടെ തന്റെ അനുഭവ സാക്ഷ്യം പ്രസ്താവിക്കും. ഇതെല്ലാം ഒരു കാര്യം ഉറപ്പണം. ഞാൻ അടുത്ത ക്ലാസ്സിൽ ഈ ഭാഗങ്ങളിലേക്ക് ഒന്നുകൂടെ ഒന്ന് വിശദീകരിച്ച് ഒന്നുകൂടെ ഒന്ന് തിരിച്ചു പോകാം. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന ചില ഇൻസൈറ്റുകളും അത് ഞാനൊന്ന് വിശദീകരിക്കും. ഇവിടെ എല്ലാം ഒരു കാര്യം ഓർക്കണം. യേശു എന്താ അവസാനം കൽപ്പിച്ചത്? നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളി എന്നാ പറഞ്ഞു അല്ലെ. ഇനി അപ്പോസ്തലന്മാരെന്താ ചെയ്തത്? പത്രോസ് ചെയ്തത് ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ തന്നോട് ചോദിച്ച ആളുകളോട് പറയുന്നത് മാനസാന്തരപ്പെട്ട യേശുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിനെന്നാണ് അല്ലെ. ശമരിയയിലേക്ക് ചിതറിപ്പോയ അപ്പോസ്തലന്മാർ ഒഴികെയുള്ള ആളുകൾ സുവിശേഷം പ്രസംഗിച്ചു. ഫിലിപ്പോസ് തുടങ്ങിയുള്ള ആളുകൾ അവരുടെ പ്രസംഗത്തിനോട് പ്രതികരിച്ച ആളുകളെ നമ്മൾ വായിക്കുന്ന യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ച ശമരിയയിലുള്ളവരെ സ്നാനപ്പെടുത്തി. ഈ ഷണ്ണൻ ചോദിക്കാണ്, ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം. സ്നാനമേൽക്കുവാൻ താല്പര്യപ്പെടുമ്പോൾ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം. അവനെ സ്നാനപ്പെടുത്തി അല്ലെ. ലുദിയായ വിശ്വസിച്ചു, അവളെ സ്നാനപ്പെടുത്തി. ക്രിസ്പോസും കുടുംബവും വിശ്വസിച്ചു, സ്നാനപ്പെടുത്തി. എഫെസോസിലുള്ളവർ വിശ്വസിച്ചു, സ്നാനപ്പെടുത്തി. ശൗൽ അവൻ കർത്താവിന്റെ ഒരു വലിയ ഇടപെടൽ അവൻ ഉണ്ടായിട്ടും അനനിയാസ് എന്ന് പറയുന്നത് നിന്റെ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് സ്നാനമേൽപ്പിനെന്നാ പറയുന്നത്. സ്നാനമേറ്റു. കൊർന്നല്യോസിന്റെ വീട്ടുകാർ സ്നാനമേറ്റു. അങ്ങനെ എവിടെയെല്ലാം യേശുവിനെ പ്രസംഗിച്ചുവോ, ആരെല്ലാം യേശുവിൽ വിശ്വസിച്ചുവോ, വിശ്വസിച്ചവരാകട്ടോ, വിശ്വസിച്ചുവോ, അടുത്ത പടി സ്നാനമാണ്. അടുത്ത പടി സ്നാനമാണ്. മറ്റൊരു കാര്യം കൂടെ ഓർപ്പിക്കണം. There is no gap between believing and baptizing. യേശുവിൽ വിശ്വസിക്കുക എന്ന ആ അവസ്ഥയും സ്നാനമേൽക്കുക എന്ന അവസ്ഥയും തമ്മിൽ യാതൊരു അകൽച്ചയുമില്ല. നമുക്കറിയാം, ആദ്യമായിട്ട് സുവിശേഷം പ്രസംഗിക്കുക പെന്തക്കോസ്ത് ദിവസം, അന്ന് യേശുവിൽ വിശ്വസിച്ചവരെ അന്ന് സ്നാനപ്പെടുത്തി അല്ലെ. ഫിലിപ്പോസ് ഷണ്ണനെ അന്ന് സ്നാനപ്പെടുത്തി. പൗലോസ് 3 ദിവസം താമസിച്ചപ്പോഴേ അത് ഇനി താമസിക്കുന്നത് എന്താ, ഇനി വൈകുന്നത് എന്താ? അവിടെ പെന്തക്കോസ്തിൽ ജനിച്ചത് കൊണ്ടല്ല സ്നാനപ്പെടുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഉപദേശം പഠിപ്പിക്കുന്നത് കൊണ്ടല്ല. യേശുവിൽ വിശ്വസിച്ചാൽ അടുത്ത നിമിഷം സ്നാനപ്പെടും. ഞാനിത് പറഞ്ഞു വരുമ്പോൾ നാളെ എനിക്ക് പറയാൻ സമയം കിട്ടിയില്ലെങ്കിൽ ഫസ്റ്റ് അവസാനത്തിലേക്ക് വരുകൊണ്ട് ഒന്ന് നോ പ്രോബ്ലം. എല്ലാവരെയും കാണാൻ ഒക്കത്തില്ല, ഒരു ഫ്രെയിമിലുള്ളവരെ കാണാൻ പറ്റത്തില്ല. എല്ലാവരും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായെന്ന് ഞാൻ വിചാരിക്കും. നമ്മുടെ ഇടയിൽ ചില ചിന്തകൾ ഉണ്ട്. സ്നാനപ്പെട്ടാൽ സൗഖ്യം വരും, സ്നാനപ്പെട്ടാൽ അത് കിട്ടും, ഇത് കിട്ടും. ഞാൻ ബോംബെയിൽ വന്ന സമയത്ത് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ എക്സ്പീരിയൻസും അത് പറയാതിരിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വന്ന കാര്യങ്ങളൊക്കെ പലർക്കും നിങ്ങൾ ചിലർക്ക് അറിയാവുന്നതാണ്. 1999 പകുതിയായിട്ടാണ് ഞാനിവിടെ വരുന്നത്. ഞാനിവിടെ വന്ന് എൻ്റെ സിസ്റ്റർ എൻ്റെ കൂട്ടത്തിൽ താമസിച്ചു. അന്ന് പാസ്റ്ററായിട്ടല്ല ഞാൻ വരുന്നത്, പാസ്റ്റർ ആയിരുന്നു. പക്ഷെ ബോംബെയിലേക്ക് വന്നത് പാസ്റ്റർ ആകാനുള്ള സമാചാരം കിട്ടിയിട്ട് വന്നതല്ല. ഞാൻ ബോംബെയിലേക്ക് സ്വയമായിട്ട് തീരുമാനമെടുത്ത് വന്നതാണ്. ഒരു പ്രത്യേക സാഹചര്യം. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചത് എവിടെയെങ്കിലും ഒന്ന് പഠിപ്പിക്കണോ, കാരണം അതാണല്ലോ എനിക്ക് അറിയാവുന്ന പണി. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇങ്ങനെ എല്ലാ ദിവസവും ടൈംസ് ഓഫ് ഇന്ത്യ ഒക്കെ നോക്കും. ടൈംസ് ഓഫ് ഇന്ത്യ ഒക്കെ നോക്കി കാണുന്നിടത്തൊക്കെ വിളിക്കും. എല്ലായിടത്തും നോ എന്നുള്ള ഉത്തരവാദിത്തം കിട്ടുന്നത്. അങ്ങനെ ഒരു ദിവസം ഒരു ബുധനാഴ്ച ഈ അവിടെ അന്നാണല്ലോ കൂടുതൽ അഡ്വർടൈസ്മെന്റ് ഇങ്ങനെ വരുന്നത്. ആ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് ഞാൻ ഒരാളെ വിളിച്ചു. ഒരു ക്ലാസ്സസിലേക്ക് ഞാൻ വിളിച്ചു, മലയാളിലുള്ള ഒരു ക്ലാസ്സസിലേക്ക്. വിളിച്ചപ്പോൾ അങ്ങനെ തലക്കൽ അതിന്റെ ഉടമസ്ഥൻ ഫോൺ എടുത്തു, എൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ തിരിച്ചു വിളിച്ച് സംസാരിച്ച് തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ സൗത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ മലയാളിയാണെന്ന് മനസ്സിലായി. പിന്നെ പേരിങ് ഒക്കെ ചോദിച്ചല്ലോ. എന്നോട് ആർ യു ഫ്രം കേരള? ഞാൻ പറഞ്ഞു യെസ്, ഐ ആം ഫ്രം കേരള. അപ്പോൾ ഞാനും മലയാളിയാണ്. അങ്ങനെ ആ ക്ലാസിന്റെ ഉടമസ്ഥനും മലയാളിയായിരുന്നു. പിന്നീട് ഞങ്ങൾ മലയാളത്തിൽ സംസാരിച്ചു. വലിയ കൂടുതൽ ഇന്റർവ്യൂ ഒന്നും കൂടാതെ എനിക്ക് അവിടെ പഠിപ്പിക്കാനായിട്ട് കിട്ടി. ഞാനങ്ങനെ മലയാളിയിലെ ഒരു ക്ലാസ് പഠിപ്പിക്കാനായിട്ട് ചേർന്നു. ഞാനവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഈ ക്ലാസിന്റെ ഉടമസ്ഥൻ ആ ക്ലാസ്സിൽ വരുന്നില്ല. ഒരു മാനേജറുണ്ട്, പിന്നെ അദ്ദേഹത്തിന്റെ വൈഫുണ്ട്, മറ്റ് ടീച്ചേഴ്സ് ധാരാളം പേരുണ്ട്. നല്ല നിലയിൽ നടക്കുന്ന ഒരു ക്ലാസ് ആയിരുന്നു. അദ്ദേഹം രോഗിയായിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്താണ് അസുഖം ഞാൻ ചോദിച്ചില്ല, കാരണം ഐ വാസ് ടോട്ടലി ന്യൂ ദെയർ. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ
ഐ ഗോട്ട് എ ഫോൺ കോൾ. എനിക്കൊരു കോള് വന്നു, കാണാൻ ആഗ്രഹിക്കുന്നു, വീട്ടിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ഓർത്ത് പഠിപ്പിച്ചൊക്കെ ശരിയായി കാണത്തില്ല, കാരണം ബോംബെയിൽ ഞാൻ ആദ്യമാണ്. മാത്രമല്ല അതുകൊണ്ട് എന്താണ് അവിടുത്തെ രീതികൾ എന്താണെന്ന് നമുക്കറിയില്ല. അങ്ങനെ ആയിരിക്കും എന്നും കണ്ട് ഞാൻ ആ വീട്ടിൽ ചെന്നു. ഞാൻ വീട്ടിൽ ചെന്നപ്പോഴായിരിക്കും മനസ്സിലാകുന്നത് ആ മനുഷ്യൻ ഒരു അബ്ഡോമിനൽ ക്യാൻസർ ആയിട്ട് അദ്ദേഹത്തിന്റെ സിങ്കിങ് സ്റ്റേജിലാണ്. അദ്ദേഹത്തിന്റെ അവസാന ദിവസങ്ങളിൽ കുറച്ച് നാളുകളായിട്ട് താൻ ഇരിപ്പാണ്, വളരെ രോഗിയാണ്. അതുകൊണ്ട് കുറെ നാളുകളായിട്ട് അദ്ദേഹം ക്ലാസ്സിലേക്ക് വരുന്നില്ല. നല്ലൊരു മാത്സിന്റെ അധ്യാപകനായി അവിടെയാണ് ഞാൻ എൻ്റെ ടീച്ചിങ് കരിയർ ബോംബെയിൽ ആരംഭിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് സംസാരിച്ചു തുടങ്ങിയപ്പോഴത്തേന് അദ്ദേഹം എന്നെ വിളിച്ചതിന്റെ കാരണം മറ്റൊന്നിനുമല്ല, അദ്ദേഹത്തിന് മനസ്സിലായി ഞാനൊരു പാസ്റ്ററാണ്. അതായത് നേരത്തെ തന്നെ സംസാരിച്ചിരുന്നു, എന്താ ജോലി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഞാൻ പാസ്റ്ററായിരുന്നു, ഇവിടെ ടീച്ചിങ്ങും ഉണ്ടായിരുന്നു എന്നുള്ള എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് വിളിച്ചത്. അപ്പം ഐ തോട്ട് അബൌട്ട് ദ ക്ലാസ്. എന്നോട് പറഞ്ഞു, അതല്ല, ഞാൻ രോഗിയാണെന്ന് എനിക്ക് ഏറ്റവും വെറുപ്പുണ്ടായിരുന്ന ഒരു കൂട്ടര് പെന്തക്കോസ്തുകാരാണ്. അവരെ ഞാൻ 5 അയലോട്ട് തടിപ്പിക്കത്തില്ല. ഇവിടുത്തെ യാക്കോബ പള്ളി യുടെ പ്രധാനപ്പെട്ട ആളാണ്. എന്നാൽ ഞാൻ ഈ രോഗിയായി തീർന്നതിന് ശേഷം ധാരാളം പാസ്റ്റർമാരും പ്രവാചകന്മാരും ഒക്കെ ഇവിടെ വരികയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പൊ വന്ന പാസ്റ്റർമാരിൽ പലരും പറഞ്ഞു, പ്രവാചകന്മാരും പറഞ്ഞു, സാറ് സ്നാനപ്പെട്ടാൽ സൗഖ്യമാകുന്നു. അതുകൊണ്ട് നിങ്ങളൊരു പാസ്റ്റർ ആണല്ലോ, നിങ്ങൾ എന്നാ പറയുന്നു എന്ന് അറിയാനാ വിളിച്ചത്. ഞാൻ ആകെ വെട്ടിലായി. കാരണം എന്താ ചോദിച്ചാൽ ചില മാസങ്ങൾക്ക് ശേഷം അവരുടെ പഠിപ്പിക്കാൻ കിട്ടുന്നത് ഇനി ഇദ്ദേഹത്തെ എല്ലാവരും പറഞ്ഞ് വിശ്വസിപ്പിച്ചേക്കുന്നത് സ്നാനപ്പെട്ടാൽ സൗഖ്യം വരുമെന്ന്. അപ്പൊ ഞാനിനി എന്നാ പറയും? സ്നാനപ്പെട്ട് സൗഖ്യം വരത്തില്ലെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിനുള്ള വിശ്വാസം കൂടെ ചിലപ്പോൾ നഷ്ടപ്പെട്ടൊന്നും വരും. പക്ഷെ വേദപുസ്തകം തെറ്റിച്ചു പറയാൻ ഞാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞു, സാറേ, ഞാൻ ജനിച്ചു വളർന്നത് പെന്തക്കോസ്തിലാണ്. സ്നാനമേറ്റത് കൊണ്ട് സൗഖ്യം പ്രാപിച്ചവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പല ആൾക്കാരെ അറിയാം, പല രോഗികളായിരുന്നു, അവര് സ്നാനപ്പെട്ടു. ആ സ്നാനത്തിന് ശേഷം അവർക്ക് ആ രോഗം ഉണ്ടായില്ല. പക്ഷേ സ്നാനപ്പെട്ടാൽ സൗഖ്യമാകുന്ന ഒരു ഗ്യാരണ്ടി ഇല്ലെന്ന്. കാരണം ബൈബിൾ അത് പറയുന്നുണ്ട്. ബൈബിൾ പറയുന്നത് കർത്താവിനോട് ചേരാൻ സ്നാനമേൽക്കാൻ. എനിക്കറിയില്ല ഞാൻ എന്നെ അങ്ങനെ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ചിലപ്പോൾ സാറ് സ്നാനപ്പെട്ടേച്ച് പൊങ്ങി വരുന്ന ശവമായിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഉറപ്പുണ്ട്, സാറ് കർത്താവിനോട് കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളത് നല്ല ഉറപ്പുണ്ട്. അങ്ങനെ ഒരു 2-3 മണിക്കൂർ ഞങ്ങൾ അവിടെ സംസാരിച്ചു. എനിക്ക് ലഞ്ച് അവിടെ തന്നു. അതിനുശേഷമാണ് ഞാൻ മടങ്ങി പോകുന്നത്. നെക്സ്റ്റ് ഡേ അദ്ദേഹം ക്ലാസ്സിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഡോണ്ട് കോൾ മീ ഫോർ 2-3 days ബിക്കോസ് ഐ വോണ്ട് ബി ഹിയർ. അപ്പൊ മിക്കവാറും അദ്ദേഹം ട്രീറ്റ്മെന്റിന് വേണ്ടി പോകും, അങ്ങനെ പോയതായിരിക്കും എന്ന് ആണ് ഓഫീസിൽ അറിഞ്ഞതും ചിന്തിച്ചതും. അവരെന്നോട് പറഞ്ഞു. ഒരു 3 days കഴിഞ്ഞിട്ട് വീണ്ടും ഓഫീസിലേക്ക് ഫോൺ വന്നു. എനിക്ക് ഫോൺ തന്നെ പറഞ്ഞു. ഞാൻ ഫോൺ എടുത്തപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, യെസ്റ്റർഡേ ഐ ഗോട്ട് ബാപ്റ്റൈസ്ഡ്. ഇന്നലെ ഞാൻ സ്നാനപ്പെട്ടു. അത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ പേടിച്ചാ പോകുന്നത്, കർത്താവേ, ഇതുവരെ എല്ലാവരും കൂടെ പറഞ്ഞ് അദ്ദേഹത്തിനുണ്ടായ വിശ്വാസം നഷ്ടപ്പെടുമോ, കാരണം എന്ന ഒരു ചിന്തയിലെ ഞാൻ പോകുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് ഒരു വാചകം പറഞ്ഞു, സൗഖ്യമായാലും ഇല്ലെങ്കിലും സ്നാനമേറ്റാൽ കർത്തൃസന്നിധിയിൽ ഞാൻ കാണുമല്ലോ, കർത്താവിന്റെ അടുക്കൽ നിത്യതയിൽ ഞാൻ കാണുമല്ലോ. ആ വാചകം എനിക്ക് വളരെ എന്നെ സ്വാധീനിച്ചു. ഞാൻ ഇരുന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, എന്റെ ദിവസങ്ങൾ അധികമില്ല. അങ്ങനെയെങ്കിൽ ഇത്രയും കാലം ഞാൻ കർത്താവില്ലാത്തവരായി ജീവിച്ചു, ഇനി എനിക്ക് വചനമനുസരിച്ച് ജീവിക്കണം. 2 ദിവസമേ ഉള്ളെങ്കിൽ അതിനുവേണ്ടി ഞാൻ ജേക്കബ് കുട്ടിച്ചാന്റെ അടുക്കൽ ചെന്ന് സ്നാനമേറ്റു. ദൈവമക്കളെ, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ മരിച്ചുപോയി. തലയെടുപ്പോടെ ഓർലം ചർച്ചിൽ നടന്ന, എനിക്കറിയാം ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഇത് ചിലപ്പോൾ അദ്ദേഹത്തെ അറിയാവുന്ന ചിലർ കേൾക്കുന്നുണ്ടായിരിക്കാം, കാരണം മലാടും കൊസയും അധികം ദൂരത്തിലല്ലോ, ചിലർക്കെങ്കിലും അറിയാമായിരിക്കാം. തലയെടുപ്പോടെ ആ ശവസംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിച്ച ഏക പാസ്റ്റർ ഞാനാണ്. ബാക്കി പാസ്റ്റർമാരുടെ നിഴല് പോലും അവിടെ ഇല്ലായിരുന്നു. കാരണം അവർക്കാർക്കും അവിടെ വരാൻ പറ്റത്തില്ല. കാരണം അവര് പറഞ്ഞത് സ്നാനമേറ്റാൽ സൗഖ്യമാകും. സ്നാനമേൽക്കുന്നത് സൗഖ്യത്തിനല്ല, പെന്തക്കോസ്ത് ഭാഷയെ പറഞ്ഞ വിടുതലിനും അല്ല. സ്നാനമേൽക്കുന്നത് ഒരു ഭൗതിക നേട്ടത്തിനുമല്ല. യേശുവിന്റെ കൽപ്പന, ദൈവസഭയുടെ ആദ്യത്തെ പ്രമാണം, അപ്പോസ്തലന്മാർ ആരൊക്കെ യേശുവിൽ വിശ്വസിച്ചുവോ
അവരോട് ആദ്യം ആവശ്യപ്പെട്ടത് സ്നാനമേൽക്കാനും അവരാദ്യം ചെയ്തത് സ്നാനപ്പെടുകയും. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബാപ്റ്റിസം. അതാണ് സ്നാനത്തിന്റെ പ്രാധാന്യം. ആ ഒരു സംഭവം എനിക്കൊരു ഐ ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം സാറിന്റെ വൈഫ് പലതവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മാത്രമാണ് സ്നാനപ്പെട്ട സൗഖ്യമാകത്തില്ലെന്ന് പറഞ്ഞ പാസ്റ്റർ. ഇങ്ങനെ വേറൊരാളെയും കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് പറയേണ്ട കാര്യമില്ല. അസത്യം കൊണ്ട് സത്യത്തെ സ്ഥാപിക്കേണ്ട കാര്യമില്ല. വചനവിരുദ്ധത പറഞ്ഞിട്ട് ആരെയും ക്രിസ്തുവിലേക്ക് നയിക്കേണ്ട കാര്യമില്ല. സ്നാനം, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവർ, സ്നാനപ്പെട്ടവർ, സ്നാനപ്പെടാനുള്ളവർ, ഈ ഒരു വാചകം അടിവരയിട്ടുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടെ പറയാം. സ്നാനപ്പെട്ടത് നിങ്ങളുടെ കണ്ണല്ലാത്തതെല്ലാം പൊന്നാകാനല്ല, ഇപ്പോഴുള്ളതിനേക്കാൾ പണം കിട്ടാനല്ല, 1 BHK മാറി 2 BHK കിട്ടാനല്ല, ഒരു ഫാറ്റി പാക്കേജ് കിട്ടാൻ വേണ്ടിയല്ല. അതിനൊന്നുമല്ല സ്നാനപ്പെടാൻ പോകുന്നത്. എന്റെ കാരണം ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നതിന്റെ കാരണം എന്താ അറിയാമോ? കഴിഞ്ഞ 20 വർഷമായി ഞാൻ ബോംബെയിലെ പാസ്റ്ററാണ്. അതുകൊണ്ട് ബോംബെയിലെ വിശ്വാസികളെ പലരെയും എനിക്കറിയാം. അതുകൊണ്ട് ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, പാസ്റ്ററെ അവൻ 10ാം ക്ലാസ്സിലായി, ഇനി സ്നാനപ്പെട്ടില്ല, ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യും? അവള് 12ാം ക്ലാസ്സിലായി, ഇനി സ്നാനപ്പെട്ടില്ല. 10ാം ക്ലാസ്സിലായതുകൊണ്ടും 12ാം ക്ലാസ്സിലായതുകൊണ്ടും ഒന്നും സ്നാനപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം. മനസ്സിലായില്ലേ? യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിലും ആകാം. പക്ഷെ എന്ന് വിശ്വസിക്കുന്നു, എന്ന് സ്നാനപ്പെടുന്നു, അന്ന് വരെ സഭയുടെ പുറത്താണ്, സഭയുടെ അകത്തല്ല. ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് ഇത് വരുത്തുന്നു. സോ ദാറ്റ് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് baptism. That much important. The last words of Jesus on earth, the first words of the church, and the consequently, successively, all the apostles, all the evangelists, they demanded baptism. That is the importance. കർത്താവിനെ ഉദ്ദേശിച്ചാൽ ബാക്കി ഭാഗ്യങ്ങൾ ഞാൻ 1 മണിക്കൂർ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം കൂടെ എടുക്കാൻ കർത്താവ് ആരോഗ്യം തന്നു. നിങ്ങളുടെ പ്രാർത്ഥനയുടെ പിന്നിലൂടെ നാളെയും ക്ലാസ് എടുക്കാനുള്ള ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം ഇന്ന് രാത്രി നമ്മെ അനുഗ്രഹിക്കുമാണ്. താങ്ക് യു സാർ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം വളരെ ശക്തമായി ദൈവത്തിന്റെ ദാസനിലൂടെ കേൾപ്പാനിടയായി. സ്നാനം എന്തുകൊണ്ട്, എന്തിനാണ് സ്നാനം? ഇന്ന് രാത്രിയിൽ നമ്മുടെ ഹൃദയത്തോട് ദൈവം സംസാരിക്കുന്നു. ക്രിസ്തുവിൽ നമുക്ക് വിശ്വസിക്കുന്നത് വരെ ആരെയും നമ്മൾ സ്നാനപ്പെടുത്തില്ല, സ്നാനപ്പെടുത്തരുത്, അവർ സ്നാനപ്പെടരുത്. 12ാം ക്ലാസ്സിലായതുകൊണ്ടോ 10ാം ക്ലാസ്സിലായതുകൊണ്ടോ സ്നാനപ്പെടാനല്ല, യേശുവിൽ വിശ്വസിക്കുക. യേശുവിനോട് ചേരുവാനാണ് സ്നാനം. ഞാൻ സ്നാനപ്പെട്ടത് കൊണ്ട് എനിക്ക് രോഗസൗഖ്യം വരുമെന്നോ, ഞാൻ സ്നാനപ്പെട്ടത് കൊണ്ട് എനിക്ക് 2-3 വീട് കിട്ടുമെന്നോ അല്ല. രാത്രിയിൽ വചനത്തിന്റെ ആ സത്യത്തിൽ നിന്നുകൊണ്ട് കർത്താവിന്റെ ദാസൻ ശക്തമായി നമ്മളോട് സംസാരിപ്പാനിടയായി. ഈ വചനം ഇന്ന് രാത്രി ഏറ്റെടുക്കുവാൻ ആർക്ക് കഴിയും? ദൈവം മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ ക്ലാസ് ഞാൻ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. വളരെ ക്ഷീണിതനായിരുന്നു കർത്താവിന്റെ ദാസനെങ്കിലും ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തീകരിച്ചു. ഇനി എന്തിനാ താമസിക്കുന്നത്? യേശു ക്രിസ്തുവിന്റെ അവസാന വാക്കും സഭയുടെ ആദ്യത്തെ വാക്കും സ്നാനമാണെങ്കിൽ, മാനസാന്തര സ്നാനമാണെങ്കിൽ, ഇന്ന് രാത്രിയിൽ ആ ദൈവത്തിന്റെ വചനത്തെ പൂർണ്ണമായിട്ടൊന്ന് വിശ്വസിപ്പാൻ കഴിയത്തില്ലേ? യേശുവിൽ ഇതുവരെ വിശ്വാസമായില്ല എങ്കിൽ ഇന്ന് രാത്രി ഒന്ന് വിശ്വസിപ്പാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. കർത്താവിന്റെ മുമ്പാകെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അനുസരിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇന്ന് രാത്രി നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിന്റെ ദാസൻ ആരംഭ സെക്ഷനിൽ ആദ്യത്തെ ദിവസവും വളരെ ശക്തമായി ദൈവത്തോടെ സംസാരിച്ചു. നാളെ കൃത്യം 7 മണിക്ക് തന്നെ നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് ജോയിൻ ചെയ്ത എല്ലാവരും നാളെ ഉണ്ടാകും. വചനം പഠിക്കുകയാണ്. തീരുമാനത്തിനായിട്ട് നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. ആ മനോഭാവത്തോടെ ദൈവസന്നിധിയിൽ വരണം. നാളെ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ വീഡിയോ ഓൺ ചെയ്യാൻ കഴിയുന്നവരെല്ലാം വീഡിയോ ഓൺ ചെയ്തിരിക്കണം. ദൈവത്തിന് സ്തോത്രം. വളരെ ഗൗരവമുള്ള ക്ലാസ് ആണ്. എന്തെങ്കിലും ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി ദൈവദാസൻ വന്നതല്ല. വളരെ സമയമെടുത്ത് പഠിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിൽ ദൈവദാസൻ വന്നതാണ്. വിലപ്പെട്ട ദൂതുകളാണ് ദൈവദാസൻ നമുക്ക് തരുന്നത്. അതുകൊണ്ട് അത് അലക്ഷ്യമായി ഇരുന്ന് അശ്രദ്ധമായി ഇരിക്കുവാനല്ല,
നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഒത്താൽ ഒക്കട്ടെ എന്നുള്ള രീതിയിലല്ല ഇന്ന് രാത്രി ഇരിക്കേണ്ടത്. ദൈവഭാഗം നമുക്ക് സമർപ്പിച്ച് വളരെ പ്രാർത്ഥനയോട് കൂടി ആയിരിക്കണം. നിങ്ങൾ അങ്ങനെ ആയിരിക്കുന്നു എന്ന് ഞങ്ങൾ തന്നെ പൂർണ്ണമായി വിശ്വസിക്കുന്നു. തലകള വണക്കി നമുക്ക് പ്രാർത്ഥിച്ച് നമ്മൾ ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുകയാണ്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ചാക്കോച്ചൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കും. പ്രത്യേക ഇന്ന് രാത്രി കർത്താവിന്റെ ദാസൻ നന്ദി പറയുന്നു. നാളെയും കൃത്യം 7 മണിക്ക് തന്നെ നമ്മുടെ മീറ്റിംഗ് പ്രത്യേക നമ്മുടെ ബൈബിൾ സ്റ്റഡി ആരംഭിക്കും. നാളെ പകൽ 10 മണിക്ക് നമ്മുടെ ചർച്ചിന്റെ ആരാധന ഉണ്ടായിരിക്കും. ചർച്ചിലെ മെമ്പേഴ്സ് അത് അറിയിപ്പായി സ്വീകരിക്കുക. 8:30 തന്നെ നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂളിൽ പ്രവേശിക്കണം. 8:30 തന്നെ എല്ലാ കുഞ്ഞുങ്ങളും സൺഡേ സ്കൂളിലും ഉണ്ടായിരിക്കണം എന്നുകൂടി അറിയിക്കുന്നു. ഇപ്പോൾ കർത്താവിദാസ് ചാക്കോച്ചൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് മീറ്റിംഗ് അവസാനം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഞങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മകൾക്കായി സ്തോത്രം. ചില ദിവസങ്ങളായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ, ഇന്ന് വൈകുന്നേര സമയം സ്നാനത്തെക്കുറിച്ച് ദൈവവചനം കേൾക്കുവാൻ ഞങ്ങളെ കൂട്ടിവരുത്തിയതിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ആരാധനയെ സംബന്ധിപ്പാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുവാൻ ഞങ്ങളുടെ ദാസൻ നിനിപാസ് അവിടുന്ന് കരങ്ങളെടുത്ത് ഉപയോഗിച്ചതിനായി സ്തോത്രം. ദാസനെ കുടുംബം അവിടുന്ന് സഹായിക്കണം, അനുഗ്രഹിക്കണം. ദൈവസഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവസഭയിലെ എല്ലാ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ കുഞ്ഞുങ്ങളെ ദൈവങ്ങളെ കേൾപ്പിക്കുന്നു. ഇന്ന് രാത്രി ദൈവനെ സംസാരിച്ച പ്രിയ രാജവിപാസക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ദാസനോട് കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾക്കായി സ്തോത്രം. ജീവിതത്തിൽ സ്നാനം എന്തിനാണ് സ്നാനപ്പെട്ടതെന്നും സ്നാനപ്പെടേണ്ട ആവശ്യകത എന്താണെന്നും ഞങ്ങൾക്ക് കേൾക്കുവാൻ ഇടയാക്കിയതിനായി സ്തുതിക്കുന്നു. കർത്താവെ, അത് ജനഹൃദയങ്ങളിൽ പ്രത്യേക സ്നാനപ്പെടുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ ഈ വചനം ക്രിയ ചെയ്യുവാൻ, സ്നാനപ്പെട്ടിട്ടില്ലാത്തവർക്ക് ഈ വചനം ഒന്നുകൂടെ നയവെറുക്കുവാൻ സ്വർഗത്തിലെ പിതാവെ അവിടുന്ന് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ കരങ്ങളെ കേൾപ്പിക്കുന്നു. ഞങ്ങളുടെ സഭയ്ക്കായി സ്തോത്രം. എല്ലാ കൂട്ടുവിശ്വാസികൾക്കായി പ്രാർത്ഥിക്കുന്നു. സ്നാനത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു, പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു. ഈ ക്ലാസ് കഴിയുമ്പോൾ ചിലരുടെ തീരുമാനങ്ങൾ എടുക്കുവാൻ, ദൈവനാമത്തിലൂടെ മഹത്വം എടുക്കുന്നത് കാണുവാൻ, സഭ വളരുന്നത് കാണുവാൻ സ്വർഗത്തിലെ പിതാവേ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ നടക്കുന്ന ക്ലാസ്സും അനുഗ്രഹമാക്കി തീർക്കണം. ഇപ്പോൾ ഞങ്ങൾ പിരിയട്ടെ. നാളെ ഭവിഷ്യത്തെ പകൽക്കാലം ഒരുമിച്ച് അങ്ങ് ആരാധിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവസഭ എല്ലാവരെയും അനുഗ്രഹിക്കണം, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. തിരുനാമം ഞങ്ങൾ എല്ലാവരോടും മഹത്വം എടുക്കണം. നാളത്തെ സൺഡേ സ്കൂളിനായി ആരാധനയ്ക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവ് എല്ലാവരും കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. തിരുശാന്ത മറവിൽ ഞങ്ങളെ മറച്ചാട്ട് പിരിയുന്നു. പിരിയാത്ത ശാന്ത മറവിൽ മറയ്ക്കണം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പിതാവാ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ശ്വാസവും കൂട്ടായ്മയും കാവലും സൂക്ഷിപ്പും നമ്മോടും ദൈവസഭയിലെ എല്ലാ കുടുംബങ്ങളോടും ശുശ്രൂഷനും കുടുംബത്തോടും പ്രത്യേകാൽവാനും സംസാരിച്ച ദൈവദാസനും കൂടെ ഇപ്പോഴെപ്പോഴും കർത്താവിന്റെ 2ാം വരവ് വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അറക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാറേ